എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം അമിത കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡ് മാറ്റാം, മരുന്നുകൾ നിർത്താം എന്നുള്ളതാണ്. അപ്പം ആദ്യമായിട്ട് ഡോക്ടർ ജോളിയോട് ചോദിക്കാനുള്ളത്, ഈ കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ ഈ അമിതമാവുന്നത് എപ്പോഴാണ്? ബേസിക്കലി നമ്മൾ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി ഒരു 242 എബോവ് വരുന്നതാണ്. എപ്പോഴും ഇപ്പോൾ ഓരോ കാർഡിയോളജിസ്റ്റും ഓരോ അല്ലെങ്കിൽ അസോസിയേഷൻസ് ഒക്കെയാണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ നിശ്ചയിച്ച് വയ്ക്കുന്നത്. അപ്പോൾ ചിലതിൽ നമ്മൾ 150ക്ക് താഴെ ആവണമെന്ന് പറയും, ചിലതിൽ 200ന് താഴെ വരും, പിന്നെ 240 പറയുന്നുണ്ട്, 270ക്ക് മുകളിൽ വന്നാൽ ഒത്തിരി കൂടുതൽ. അപ്പം അങ്ങനെ പല റേഞ്ചസ് ആണ് പറയുന്നത്. ബേസിക്കലി കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അല്ലാതെ നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ആനിമൽ ഫുഡിനകത്ത് കുറച്ച് കൊളസ്ട്രോൾ ഉണ്ടാവും. അപ്പം അത് വെച്ച് പല സാധനങ്ങൾ ഉണ്ടാക്കുന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും ഇപ്പം കൊളസ്ട്രോൾ വെച്ചുണ്ടാക്കുന്നതാണ് വൈറ്റമിൻ ഡി ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ സെക്സ് സ്റ്റിറോയിഡ്സ് ഉണ്ടാക്കുന്നുണ്ട്, പല ഹോർമോൺസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും കുറവ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ അതായത് റോ മെറ്റീരിയലാണ്, അത് കൂടും. അതാണ് അതിനകത്ത് വരുന്നത്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇതിൽ വരുമ്പം നമ്മൾ കൊളസ്ട്രോളിനേക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് HDL-നും ട്രൈഗ്ലിസറൈഡിനുമാണ്. ട്രൈഗ്ലിസറൈഡാണ് റിയലി കൊഴുപ്പെന്ന് പറയുന്നത്. അത് പല 100 മുതൽ പല റേഞ്ചസ് പറയുന്നുണ്ട്. അത് ആ ഒരു കൊളസ്ട്രോളിൻ്റെ കാര്യത്തിൽ ഒരു ഫാക്ടർ മാത്രം വെച്ചല്ല, ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ബാക്കിയുള്ള രോഗിക്കോ ഓർ വ്യക്തിയുടെ മറ്റ് പ്രത്യേകതകളൂടെ അനുസരിച്ച് വേണം അതിനെ ജഡ്ജ് ചെയ്യാനായിട്ട്. ഈ കൊളസ്ട്രോളിനെ പറ്റി പറയുമ്പോൾ, ഈ കൊളസ്ട്രോൾ നമ്മുടെ ശരീരം ഉണ്ടാക്കുന്നതാണ്, ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് അത് വേണ്ടതാണ് എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്? കൊളസ്ട്രോള് നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈപ്പിഡ് പ്രൊഫൈൽ അതെന്താണെന്നുള്ള കാര്യം അറിയണം. നമ്മൾ അതാണല്ലോ നോക്കുമ്പോഴാണല്ലോ ഈ കൊളസ്ട്രോൾ നോക്കുന്നു എന്നുള്ളത് പറയുന്നത്. അപ്പം കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മളുടെ കൊഴുപ്പിൻ്റെ ഒരു ഭാഗമാണ് കൊളസ്ട്രോൾ. ട്രൈഗ്ലിസറൈഡും ഈ നമ്മുടെ ശരീരത്തിലെ ഒരു കൊഴുപ്പ്, ലൈപ്പിഡ്സ് എന്ന് പറയുന്നതിന്, അതിൻ്റെ ഒരു ഭാഗമാണ് കൊളസ്ട്രോൾ. അതിനെയാണ് നമ്മൾ ട്രൈഗ്ലിസറൈഡ്, HDL, LDL എന്നൊക്കെ. കൊളസ്ട്രോൾ ഒരിക്കലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ബ്ലഡിൽ നിൽക്കുന്നില്ല. ബ്ലഡാണല്ലോ നമ്മൾ ഇതിനെല്ലാം നോക്കുന്നത്. കൊളസ്ട്രോൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന ഒരു സാധനം അല്ല. അതുപോലെ നമുക്കറിയാം എണ്ണയും വാട്ടറിൽ ഡിസോൾവ് ചെയ്യുകയില്ല. കൊഴുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എണ്ണയാണ്. ശരിക്കും പറഞ്ഞാൽ എണ്ണ തന്നെയാണ് ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത്. അപ്പം ഇതിനെല്ലാം കൂടെ ഒരു നമ്മൾ എങ്ങോട്ടേലും കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സാധനത്തിന് തന്നെ പോകാൻ പറ്റില്ലാത്ത സാധനത്തിന് എന്താ നമ്മളൊരു വണ്ടിയെ കയറ്റി കൊണ്ടുപോകും എന്ന് പറഞ്ഞതുപോലെ ഈ LDL, HDL, VLDL എന്നൊക്കെ പറഞ്ഞ ഒരു തരം നമ്മളൊരു ട്രക്ക് പോലെയാണ്. അതിനകത്ത് ഈ കൊളസ്ട്രോളിനെയും ട്രൈഗ്ലിസറിനെയും ആക്കി ലൈപ്പോപ്രോട്ടീൻ, ഹൈ ഡെൻസിറ്റി, HDL എന്ന് പറഞ്ഞാൽ ഹൈ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ, LDL എന്ന് പറഞ്ഞാൽ ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ, അതുപോലെ വെരി ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ. പിന്നെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അതിന് മുകളിലൊരു ഇതുണ്ട്, കൈലോമൈക്രോൺസ് എന്ന് പറയുന്നത്, അതാണ് ഏറ്റവും വലുത്. വലിപ്പം കൂടുമ്പോൾ ഡെൻസിറ്റി കുറയും. കാരണം എന്താ, കൊഴുപ്പിന് വെള്ളത്തിനേക്കാളും ഡെൻസിറ്റി കുറവാണല്ലോ, ഭാരം കുറവാണല്ലോ. അതുകൊണ്ടാണ് അതിനെ അങ്ങനെ വരുന്നത്. അപ്പോൾ HDL വരുമ്പോഴേക്ക് ഏറ്റവും കൊഴുപ്പ് കുറവാണ്. അതിനകത്ത് ഏറ്റവും കുറവായിരിക്കും കൊളസ്ട്രോളും മറ്റേ ട്രൈഗ്ലിസറൈഡും. അത്രയേ ഉള്ളൂ അതൊക്കെ തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഇത് മറ്റത് നമ്മളിപ്പോൾ HDL-ഉം LDL-ഉം എല്ലാം കൂടെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ LDL എന്നൊക്കെ പറഞ്ഞാൽ LDL-ഉം VLDL-ഉം അങ്ങനെ വരുമ്പോഴേക്കും അത് നിറച്ച് കൊഴുപ്പും കയറ്റിപ്പോകുന്ന വണ്ടി. ഒരു ട്രക്കിനകത്ത് നിറച്ച് കൊഴുപ്പും കയറ്റി പോവുകയാണെങ്കിൽ അതിന് വലിപ്പം കൂടുതലായിരിക്കും, അതിൻ്റെ ഡെൻസിറ്റി കുറവായിരിക്കും. അതിന് LDL, വെരി ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ എന്നൊക്കെ പറയും. അതേസമയത്ത് ഈ അൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കൊഴുപ്പിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാണല്ലോ, ഈ അൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് HDL. അപ്പോൾ അവർക്ക് പുറത്തെവിടെയെങ്കിലും കൊളസ്ട്രോൾ കിടപ്പുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കാൻ പറ്റും, തിരിച്ച് ലിവറിലേക്ക് കൊണ്ടുവരാൻ. ലിവറിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയി ഫുൾ ലോഡായിട്ടിരിക്കുന്നതാണ് LDL-ഉം വെരി ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീനും ഒക്കെ. മറ്റത് എല്ലാം കഴിഞ്ഞ് ഓൾമോസ്റ്റ് ലോഡൊക്കെ ഇറക്കി വെച്ചിരിക്കുന്ന ആൾ മറ്റത്. അപ്പോൾ അത്രയും നമ്മളൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കൊളസ്ട്രോളിൻ്റെ
അതിൻ്റെ ബാക്കിയുള്ള ഇഫക്ട്സും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതെങ്ങനെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ കൊളസ്ട്രോള് HDL, LDL, പിന്നെ VLDL അങ്ങനെ പല ഈ പറഞ്ഞ പോലെ ഈ ഡെൻസിറ്റി വ്യത്യാസമുള്ള കൊളസ്ട്രോളുകൾ അത് ശരിക്കും എങ്ങനെയാ ഒരുമിച്ചാണോ വ്യത്യാസം വരുന്നത്, അല്ലെങ്കിൽ ഇത് തമ്മിൽ പല രീതിയിലാണോ വ്യത്യാസങ്ങൾ വരുന്നത്? എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരാൾക്ക് ഇത് കൂടുതലാണ്, വളരെ കൂടുതലാണ് എന്നൊക്കെ ഉള്ള സ്റ്റേജസിലേക്ക് നീങ്ങുന്നത് എങ്ങനെയാണ്? നമ്മള് കൊഴുപ്പ് നമ്മളുടെ ഇപ്പം ബ്ലഡിലെ ഗ്ലൂക്കോസ് പോലെ തന്നെ നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ള സാധനമാണ് ഗ്ലൂക്കോസ്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. ട്രൈഗ്ലിസറൈഡ് നമ്മളുടെ ബോഡിക്ക് ആവശ്യമാണ്. ഈ ട്രൈഗ്ലിസറൈഡിനെ കൊണ്ടു നടക്കുന്ന ട്രക്കുകളാണെന്ന് പറയാം ഈ HDL-ഉം LDL-ഉം VLDL-ഉം ഒക്കെ. അപ്പം ഈ കൂടുതൽ വരുമ്പോഴേക്കും കൊഴുപ്പിന്റെ അളവ് അളവ് കൂടുന്നു. ഈ കൊഴുപ്പിന് ട്രൈഗ്ലിസറിഡിനെ കൊണ്ടുപോകാനും ഒക്കെ ഈ അതിൻ്റെ ലൈപ്പോപ്രോട്ടീൻ്റെ കോൺഫിഗറേഷൻ കറക്റ്റ് ചെയ്യാൻ ഈ കൊളസ്ട്രോളും ആവശ്യമാണ്. പക്ഷെ അത് കൂടി പോകുന്നതും കൊള്ളൂല. അത്രയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം ഈ നമ്മളുടെ ബോഡി ആവശ്യത്തിന് ആവശ്യത്തിൽ കൂടുതൽ നമ്മളുടെ ബോഡിയിൽ ഈ കൊഴുപ്പ് വരുമ്പോഴാണ് അതിൻ്റെയൊക്കെ അളവ് കൂടുന്നത്. അപ്പം നമ്മൾ ഇപ്പം നമുക്ക് കുറച്ച് സാധനം കയറ്റിയ ലോറിയുണ്ട്. ഇപ്പം അരി കയറ്റിയ ലോറിയുണ്ട്. കടക്കാർക്കൊന്നും അരി മേടിക്കുന്നില്ല. എല്ലായിടത്തും അരി ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ ആരും ആ ലോറിയിൽ നിന്ന് ഇറക്കുകയല്ല. പഴയ നമ്മുടെ കാലത്ത്, നമ്മുടെ കോവിഡ് കാലത്ത് ഈ എണ്ണ ടാങ്കറുകൾ, കപ്പലിലുള്ള ടാങ്കറുകൾ ഇങ്ങനെ ആർക്കും വേണ്ട, പെട്രോൾ ആർക്കും വേണ്ടാത്തതുകൊണ്ട് ഇങ്ങനെ കടലിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ബ്ലഡിൽ നമ്മളുടെ കോശങ്ങൾക്കൊന്നും ഈ കൊഴുപ്പ് വേണ്ട. അപ്പോൾ അവരൊന്നും ആക്സെപ്റ്റ് ചെയ്യാതെ വരുമ്പം ഇതിങ്ങനെ ബ്ലഡിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കും. അങ്ങനെ കൂടുമ്പോഴാണ്, ആവശ്യമില്ലാത്തൊരു സാധനം കൂടുമ്പോഴാണ് ഇതിനകത്ത് ബ്ലഡിൽ കൂടുന്നത്. അത് ഗ്ലൂക്കോസ് കൂടിയ ഡയബറ്റിസ് ആയി. കൊളസ്ട്രോൾ കൂടിയാൽ അതിന് ഡിസ്ലൈപ്പിഡീമിയ എന്ന് പറയും. കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും മൂന്നും കൂടെ ഈ കൊളസ്ട്രോളോ ട്രൈഗ്ലിസറൈഡോ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുണ്ടാക്കി കൊണ്ടുപോകുന്ന ട്രക്കുകൾ കൂടുമ്പോഴാണ് നമ്മളിതിനെ ഡിസ്ലൈപ്പിഡീമിയ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ലൈപ്പിഡീമിയ അപ്പം ഈ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഈ കൊഴുപ്പിന്റെ അളവ് നമ്മുടെ ബ്ലഡിൽ കൂടുമ്പോൾ അതിൻ്റെതായ ഇമ്പാക്റ്റ്, ഇപ്പം ഗ്ലൂക്കോസ് വരുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് പോലെ ഗ്ലൂക്കോസ് കൂടുമ്പോൾ രക്തക്കുഴലുകൾക്ക് ഡാമേജ് വന്ന് പ്രമേഹത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് പോലെ തന്നെ ഈ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കൂടി അല്ലെങ്കിൽ കൊഴുപ്പ് കൂടി നമ്മൾ ഓരോ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകും. അതാണ് അതിന്റെ സിഗ്നിഫിക്കൻസ്. അത് മനസ്സിലാക്കണം നമ്മൾ. ഈ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് ശരിക്കും ശരീരത്തിൽ എന്ത് പ്രവർത്തനമാണ് ചെയ്യുന്നത്? ട്രൈഗ്ലിസറൈഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എനർജി റിസർവ് ആണ്. ഗ്ലൂക്കോസ് പോലെ. ഗ്ലൂക്കോസ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? എനർജി ആക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്ലൂക്കോസ് കാർബോഹൈഡ്രേറ്റ് ആണ്. അതിനകത്ത് ഓക്സിജനും കൂടെ ഉണ്ട്. കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പം അത് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റും. ഓക്സിജൻ ഇല്ലെങ്കിലും ഗ്ലൂക്കോസിന്റെ ഒരു പാർട്ട്ലി അതിനെ ഒരു എനർജി ആക്കി നമ്മുടെ ATP, അതാണല്ലോ നമ്മുടെ എനർജി കറൻസി. ഒരു പാർട്ടിനെ നമുക്ക് ഓക്സിജൻ ഇല്ലെങ്കിൽ പോലും മാറ്റാൻ പറ്റും. പക്ഷെ കാർബോഹൈഡ്രേറ്റിനെ ഈ കൊഴുപ്പിനെ ആണെങ്കിൽ അത് ഹൈഡ്രോ കാർബണാണ്, മോർ കോമ്പാക്റ്റ് ഫോമാണ്. കുറച്ചുകൂടി ഏറ്റവും കുറച്ച് സ്പേസിൽ മാക്സിമം എനർജി സ്റ്റോർ ചെയ്യുക. പക്ഷെ ആ എനർജി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഓക്സിജനും കൂടെ വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ ട്രൈഗ്ലിസറൈഡ് നമുക്ക് ആവശ്യമുള്ളപ്പം നമുക്ക് കൊഴുപ്പ് അതിനെ ഡിവൈഡ് ചെയ്ത് നമ്മളുടെ ATP ആക്കി നമ്മുടെ എനർജി കറൻസി ആക്കാനുള്ള സാധനമാണ് ട്രൈഗ്ലിസറൈഡ് മെയിൻലി. അതുകൂടാതെ നമ്മുടെ ബോഡി ബിൽഡിംഗ് ആവശ്യങ്ങൾക്കും വേണം ഇതൊക്കെ. ട്രൈഗ്ലിസറൈഡ് ശരിക്കും നമ്മളുടെ ഈ സെല്ലുകളുടെ എല്ലാ സെല്ലുകളുടെയും ലൈനിങ്ങുകളുണ്ട്. സെൽ ഓർഗനൽസും എല്ലാം. അതെല്ലാം ലൈപ്പിഡ് ബൈലെയർ എന്നാണെന്ന് പറയുന്നതിന്. അപ്പോൾ ആ ലൈപ്പിഡ് ബൈലെയറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരുന്ന് 2 ലെയറായിട്ട് ഈ ഫാറ്റി ആസിഡ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുക, ട്രൈഗ്ലിസറൈഡിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവിടെ. അതിനകത്ത് അതിന് സ്ട്രെങ്ത് കൊടുക്കാനായിട്ടുള്ള അതിൻ്റെ സെല്ലുലാർ ഇൻറ്റഗ്രിറ്റി, സെൽ വാൾ ഇൻറ്റഗ്രിറ്റി എന്നൊക്കെ പറയും. അതിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് കൊളസ്ട്രോൾ. അപ്പം ഈ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കൂടെ കൂടിയാണ് നമ്മളുടെ എല്ലാ കോശങ്ങളുടെയും അതിൻ്റെ ഭിത്തി ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഒരു മെയിൻ ആവശ്യം.
പിന്നെ നമ്മുടെ എനർജി ആവശ്യങ്ങൾക്ക് വേണ്ടി സ്റ്റോർ ചെയ്യും. ഈവൻ നമ്മുടെ ബോഡിക്ക് ഷേപ്പ് കൊടുക്കുന്നതും നമുക്കറിയാം കൊഴുപ്പാണ്. നമ്മുടെ തീരെ ഫാറ്റ് കുറഞ്ഞു പോയാൽ ഇങ്ങനെ നമ്മളെന്താ പറയുക എല്ലും തോലുമായിട്ടിരിക്കും, ഇങ്ങനെ വാരിയെല്ലുകളൊക്കെ എണ്ണാവുന്ന പോലെ ഇരിക്കും തീരെ വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ കൂടി വെയിറ്റ് പോയാൽ എന്താ, കുടവയറൊക്കെ ചാടി ടയറൊക്കെ ആയി വണ്ണം കൂടി അതിൻ്റെ പ്രശ്നം വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിൽക്കുന്നതാണ് നമ്മുടെ കറക്റ്റ് പ്രൊപ്പോർഷൻസിൽ കൊഴുപ്പും നോൺ കൊഴുപ്പ് എന്താ പറയുക ലീൻ ഫാറ്റും ഫാറ്റ് മാസും അതിൻ്റെ ആ പ്രൊപ്പോർഷൻ കറക്റ്റ് ചെയ്യുമ്പോഴാണ് ബോഡിയിൽ ആ കറക്റ്റ് ഷേപ്പും കറക്റ്റ് ആരോഗ്യവും എല്ലാം വരുന്നത്. അത് കൂടിപ്പോയാലും കൊള്ളൂല, കുറഞ്ഞു പോയാലും കൊള്ളൂല. ഇപ്പൊ ഈ ട്രൈഗ്ലിസറൈഡ് 400-ഉം 500-ഉം ഒക്കെ ആയിട്ട് കാണുമ്പോൾ അതിന് മരുന്ന് കഴിച്ച് അതിനെ 200-ഉം 250-ഉം ഒക്കെ ആക്കി നിർത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ശരിക്കും ഈ മരുന്നുകൾ എങ്ങനെയാണ് ഈ 500-ഉം 600 500 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നിന്ന് ഈ 200 ആക്കുന്നത്? അത് എടുത്ത് കളയുകയാണോ? ഏത് രീതിയിലാണ് ഈ മരുന്നുകൾ ഇങ്ങനെ കുറയ്ക്കുന്നത്? മരുന്നുകൾ ശരിക്കും മിക്കവാറും ഇപ്പം ട്രൈഗ്ലിസറൈഡിനേക്കാളും കൂടുതൽ മോർ എഫക്റ്റീവ് ആയിട്ടുള്ള നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സ്റ്റാറ്റിനാണ്. സ്റ്റാറ്റിൻ കൊളസ്ട്രോൾ കുറയ്ക്കാനാണ്. ഇത്രയും കാലത്ത് നമ്മൾ ഈ കൊളസ്ട്രോളിനെ ഫോക്കസ് ചെയ്തായിരുന്നു എല്ലാ ട്രീറ്റ്മെൻറ്റും കൂടുതലുണ്ടായിരുന്നത്. അതിനാണ് ശരിക്കും ട്രൈഗ്ലിസറൈഡിനെ കുറയ്ക്കാൻ അത്ര എഫക്റ്റീവ് മെഡിസിൻസ് ഇല്ല. അപ്പം കൊളസ്ട്രോളിനെ കുറയ്ക്കാനുള്ളത് ഏറ്റവും പ്രധാനം എന്താ പറഞ്ഞാൽ കൊളസ്ട്രോൾ ഉണ്ടാകുന്ന ആ മെക്കാനിസം അങ്ങ് ബ്ലോക്ക് ചെയ്യുകയാണ്. ഒരു എൻസൈം ഉണ്ട്, അതിനെ അങ്ങ് ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ട് എന്താ, കൊളസ്ട്രോളിന് വേണ്ടിയിട്ട് മരുന്ന് നമ്മൾ കഴിക്കാൻ വളരെ ഫാസ്റ്റായിട്ട് കൊളസ്ട്രോൾ കുറയും. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ അത്രയും ആ മരുന്നിനോട് നമ്മുടെ ബോഡി അതിനെ ഓവർകം ചെയ്യാൻ തുടങ്ങും, അപ്പോൾ കൂടാൻ തുടങ്ങും. അപ്പം നമ്മൾ ആദ്യം 5 മില്ലിഗ്രാംസ് സ്റ്റാറ്റിൻ തുടങ്ങും, 10 ആക്കും, പിന്നെ 20 ആക്കും, 40 ആക്കും, 80 ആക്കും, അങ്ങനെ കൂട്ടേണ്ടി വരും. ഫൈനലി 80 ആയാലും കൊളസ്ട്രോൾ വിചാരിക്കും കൺട്രോൾ ആയില്ല എന്നിരിക്കും, പ്രൊവൈഡഡ് നമ്മളുടെ ഡയറ്റ് കൺട്രോൾ ആയില്ലെങ്കിൽ. പിന്നെ അതുപോലെ ട്രൈഗ്ലിസറൈഡിൻ്റെ കാര്യത്തിലും നമ്മൾ ട്രൈഗ്ലിസറൈഡ് ഉണ്ടാക്കുന്ന മെക്കാനിസത്തെയാണ് നമ്മൾ ബ്ലോക്ക് ചെയ്യാൻ നോക്കുന്നത്. അത്ര എഫക്റ്റീവ് ആയിട്ടുള്ള മെക്കാനിസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈഗ്ലിസറൈഡിന് ഇല്ല. അതുകൊണ്ടാണ് കൊളസ്ട്രോൾ കുറയും പലരുടെയും ട്രൈഗ്ലിസറൈഡ് കുറയുന്നത്. ട്രൈഗ്ലിസറൈഡ് കുറയുന്ന ഫുഡ് കൺട്രോൾ ചെയ്താൽ മാത്രമേ ശരിക്കും ട്രൈഗ്ലിസറൈഡ് കുറയുള്ളൂ. കാരണം നമ്മൾ കഴിക്കുന്ന കൊഴുപ്പ് ആണ് കൊഴുപ്പായിട്ട് വരുന്നത്. ട്രൈഗ്ലിസറൈഡ് കൊഴുപ്പ് തന്നെയാണത്. പിന്നെ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് എല്ലാം എക്സസ് ഉണ്ടെങ്കിൽ അത് കൊഴുപ്പാക്കി മാറ്റും. അപ്പം അതിനെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ കാർബോഹൈഡ്രേറ്റിനെ ഒന്നെങ്കിൽ ഗ്ലൂക്കോസിനെ യൂറിനിൽ കൂടെ വിടാനുള്ളതോ അല്ലെങ്കിൽ ഈ ട്രൈഗ്ലിസറൈഡിനെ ഉണ്ടാക്കാനുള്ള മെക്കാനിസത്തിൽ ബ്ലോക്ക് ചെയ്യണം. ഉണ്ടാക്കാനുള്ള മെക്കാനിസം ബ്ലോക്ക് ചെയ്യുമ്പോഴേക്കും ഷുഗർ കൂടാൻ തുടങ്ങും. ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കുകയാണെങ്കിൽ. അപ്പം ബേസിക്കലി ഇതൊന്നും മരുന്ന് വെച്ചിട്ടല്ല കൺട്രോൾ ചെയ്യേണ്ടത്. കാരണം നമ്മൾ കഴിക്കുന്ന സ്റ്റാറ്റിൻ്റെ കുറവ് കൊണ്ടല്ലല്ലോ കൊളസ്ട്രോൾ കൂടുന്നത്, നമ്മുടെ ബോഡി അത് ഉണ്ടാക്കുന്നതാണ്. അപ്പം അത് ഉണ്ടാക്കാൻ എന്തുകൊണ്ട് ബോഡിയിൽ അതങ്ങനെ കെട്ടിക്കിടക്കുന്നു, അത് കണ്ടുപിടിച്ച് ആ പ്രോബ്ലം പരിഹരിച്ചാൽ മാത്രമേ നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. അല്ലാതെ ജസ്റ്റ് ഇതിന് വേണ്ടിയിട്ട് മരുന്ന് കഴിച്ച് കുറയ്ക്കാമെന്ന് വെച്ചാൽ ട്രൈഗ്ലിസറൈഡിൻ്റെ കാര്യത്തിൽ അത് എഫക്റ്റീവ് ആകത്തേ ഇല്ല. കാര്യമായിട്ടുള്ള ചെറിയ വല്ല വേരിയേഷനൊക്കെ കിട്ടുമെന്നേ ഉള്ളൂ. കൊളസ്ട്രോളിൻ്റെ കാര്യത്തിലാകും, പക്ഷേ പിന്നെ അത് കുറച്ച് കൂടാൻ തുടങ്ങും. പിന്നെ നമ്മൾ കൊളസ്ട്രോളിന് വേണ്ടിയിട്ട് മരുന്ന് കുറച്ചു, ആ മരുന്ന് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോഴേക്കും കൊളസ്ട്രോൾ പണ്ടുണ്ടായിരുന്നതിനേക്കാളും ഷൂട്ടപ്പ് ചെയ്യും. കാരണം ബോഡിയുടെ ആ ബ്രേക്കിംഗ് മെക്കാനിസംസ് എല്ലാം അങ്ങ് റിലീസ് ചെയ്യുമ്പോൾ റീബൗണ്ട് കൂടുതലെന്ന് പറയും. 240 ഉണ്ടായിരുന്നപ്പം കഴിച്ചുകൊണ്ടിരുന്ന ആൾ മരുന്നൊക്കെ കഴിച്ച് 150 ആക്കി, മരുന്ന് നിർത്തിയാൽ വിതിൻ എ വീക്ക് അത് ചിലപ്പം കൂടുന്നത് 300-ന് മുകളിൽ പോയെന്നിരിക്കും. അതാണ് നമ്മൾ കാണാറുള്ളത് യൂഷ്വലി. പ്രൊവൈഡഡ് അതായത് സമയത്ത് നമ്മൾ സ്ലോ ആയിട്ട് നമ്മൾ ഡയറ്റ് കൺട്രോളൊക്കെ ചെയ്ത് ഗ്രാജുവലി കൊളസ്ട്രോളിൻ്റെ മരുന്ന് കുറച്ചുകൊണ്ട് വന്നാൽ ഒരു കുഴപ്പമില്ല. നമ്മൾ ആ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനും കൂടെ പറ്റിയാൽ മതിയാവും. എന്താന്ന് വെച്ചാൽ ഒരാളുടെ ചോദ്യം എന്തായിരുന്നു വെച്ചാൽ, ആൾക്ക് 500 കൂടുതലുണ്ടായിരുന്നു ട്രൈഗ്ലിസറൈഡ്, മരുന്ന് കഴിക്കും ഇടയ്ക്ക്, അപ്പോൾ 200-210 ആവും. HDL-ഉം LDL-ഉം എപ്പോഴും നോർമലാണ്. അപ്പം ആൾക്ക് മരുന്നില്ലാതെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ ഇപ്പം മനസ്സിലാക്കിയത് ട്രൈഗ്ലിസറൈഡ് ശരിക്കും പറഞ്ഞാൽ മരുന്ന് വെച്ച് കൺട്രോൾ ചെയ്യുന്നത് എപ്പോഴും ബെറ്റർ ഫുഡ് കൺട്രോൾ വെച്ച് ചെയ്യുന്നതാണ് എന്നുള്ളത്, അല്ലേ? അതേസമയം കൊളസ്ട്രോളിനാണ് പലപ്പോഴും മരുന്ന് ഇമ്മീഡിയറ്റ് റിസൾട്ട്
കൊളസ്ട്രോൾ തരുന്നത്. ഇമ്മീഡിയറ്റ് റിസൾട്ട് കിട്ടും. പക്ഷെ അത് നമ്മളുടെ വേണ്ട സാധനങ്ങൾ ഇപ്പം നമുക്ക് കൊളസ്ട്രോൾ വെച്ചാണ് നമ്മൾ വൈറ്റമിൻ ഡി ഉണ്ടാക്കുന്നത്, സെക്സ് ഹോർമോൺസ് ഉണ്ടാക്കുന്നത്, ദഹനരസങ്ങൾ ഉണ്ടാക്കുന്നത്, ബൈൽ സോൾട്ട് ഉണ്ടാക്കുന്നത്, പിന്നെ അതുപോലെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് ചെയ്യുന്ന മിനറലോകോർട്ടിക്കോയിഡ്, ആൾഡോസ്റ്ററോൺ ഉണ്ടാക്കുന്നത്, അതുപോലെ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ്. നമ്മളുടെ എപ്പോഴേലും നമ്മുടെ ബോഡി ഒരു സ്ട്രെസ് സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് തയ്യാറാക്കുന്നതാണ് ഈ സ്റ്റിറോയിഡ് മെഡിസിൻസ്, സ്റ്റിറോയിഡ് ഹോർമോൺസ്. അത് നമ്മൾ മെഡിസിനായിട്ട് ഉപയോഗിക്കും. ഏറ്റവും കൂടുതൽ ലൈഫ് സേവിങ് ആയിട്ടുള്ള മെഡിസിനും സ്റ്റിറോയിഡ് ഹോർമോൺസ് ആണ്. ഇതൊക്കെ നമ്മുടെ ബോഡിക്ക് ആവശ്യത്തിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വേണ്ട സാധനമാണ് കൊളസ്ട്രോൾ. അപ്പോൾ ആ കൊളസ്ട്രോളിനെ നമ്മൾ ഈ കൊളസ്ട്രോളിനെ അങ്ങ് 100-ന് താഴെ, ഇപ്പം ചില ഇതിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് 100-ന് താഴെ നിൽക്കുന്നതാണ് കൊളസ്ട്രോൾ നല്ലതെന്ന്. അങ്ങനെയൊക്കെ 100-നൊക്കെ താഴെ നിർത്തിക്കഴിഞ്ഞ് എവിടുന്നാ നമ്മളതിനെ ഉണ്ടാക്കാനുള്ള മെക്കാനിസത്തെയും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. അപ്പം നമ്മൾക്ക് ബോഡിക്കൊരു പെട്ടെന്നൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വന്നു, കൊറോണ ഇൻഫെക്ഷൻ വന്നു. അപ്പം നമ്മളുടെ ബോഡി അതിനെ കോമ്പാക്ട് ചെയ്യാനായിട്ട് വേണ്ട നമ്മളുടെ ബോഡിയിൽ തന്നെ ഉണ്ടാക്കേണ്ട ഒരു ഹോർമോണാണ് സ്റ്റിറോയിഡ് ഹോർമോൺ. പിന്നെ ഇപ്പം നമ്മൾ കുറച്ച് ഉപ്പ് കൂടുതലോ ഉപ്പ് കുറയോ ഒക്കെ ചെയ്യാമല്ലോ നമ്മുടെ ഭക്ഷണത്തിനകത്തൊക്കെ. അപ്പോൾ അതിനൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ഉപ്പിനെ റിസർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണ്ടതാണ് ഒരു ആൾഡോസ്റ്ററോൺ എന്ന് പറഞ്ഞൊരു ഹോർമോണാണ്. അതിനെ ഉണ്ടാക്കണേലും വേണം. അപ്പം നമ്മളുടെ ഭക്ഷണത്തിന് ഉപ്പ് കുറഞ്ഞു പോയി, ആൾഡോസ്റ്ററോണും കൂടി ഇല്ല, ആൾഡോസ്റ്ററോൺ ഉണ്ടാക്കാനുള്ള കൊളസ്ട്രോളും ഇല്ലെങ്കിൽ നമ്മളുടെ സോഡിയം ലെവൽ താന്നു പോയി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പം അതുകൊണ്ടാവണമെന്ന് തോന്നി. ഇപ്പോൾ ഒത്തിരി പേർക്ക് നമ്മൾ കാണാറുണ്ട് സോഡിയം കുറവാണ്. സോഡിയം കുറവ് വരുമ്പോഴേക്കും ആ സോഡിയത്തിന് നമ്മളുടെ കിഡ്നി നമ്മളുടെ അല്ലെങ്കിൽ സോഡിയം റിട്ടൻഷൻ ഉണ്ടാക്കാൻ വേണ്ട ഒരു ഹോർമോണാണ്. അപ്പം ആ ഹോർമോൺ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന് പറ്റില്ലല്ലോ. സോ കൊളസ്ട്രോളിന് വേണ്ടിയിട്ട് മരുന്ന് കഴിച്ച് കൊളസ്ട്രോളിനെ താറ്റും നമുക്ക് ശരിയാ കണ്ടാൽ ഷുഗർ റിസൾട്ട് കാണുമ്പോൾ കൊളസ്ട്രോളൊക്കെ റെഡിയായി എന്ന് കരുതും. പക്ഷെ നമ്മുടെ ബോഡിയുടെ മെക്കാനിസം കറക്റ്റ് ആവുന്നില്ല. അപ്പോൾ ആ മരുന്നില്ലാതെ കൊളസ്ട്രോൾ റീസണബിൾ. കാരണം നമ്മൾ ഈ കേരളത്തിൽ ഈ പല വെസ്റ്റേൺ കൺട്രീസിലെ സ്റ്റഡീസ് മാത്രം വെച്ചുകൊണ്ട് നമ്മളുടെ ആൾക്കാരെ നമുക്ക് എടുക്കാൻ പറ്റില്ല. കേരളത്തിൽ ഇടയ്ക്ക് കുറച്ച് സ്റ്റഡീസൊക്കെ വന്നിട്ടുള്ളതിൽ കണ്ടത് അറൗണ്ട് 240-250 ഒക്കെയാണ് നമ്മളുടെ ഒരു നോർമൽ റേഞ്ചായിട്ട് നമുക്ക് വരുന്നത്. ആ റേഞ്ചിലൊക്കെ നമ്മൾ ഷുഗർ നോർമൽ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഡയറ്റ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അറൗണ്ട് ആ റേഞ്ചിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ മറ്റേ പെട്ടെന്ന് ഓവർ വെയിറ്റ്, ഇങ്ങനെ വെയിറ്റ് കൂടുന്ന ഒരു പ്രവണത ഈ ട്രൈഗ്ലിസറൈഡ് കൂടി നിൽക്കുമ്പോഴാണോ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടി നിൽക്കുമ്പോഴാണോ, അല്ലെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ചുണ്ടാവേണ്ടതാണോ? വെയിറ്റ് കൂടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അവിടെ വെയിറ്റ് കൂടുന്നതിൻ്റെ ഒപ്പം അവിടെ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കൂടിയിട്ടുണ്ടാവും. കാരണം വെയിറ്റ് കൂടുമ്പോൾ നമ്മളുടെ ബോഡി ആവശ്യത്തിന്, ഇപ്പം ചില വെയിറ്റ് കൂടിയിരിക്കുന്ന ആൾക്ക് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കൂടിയിട്ടുണ്ടാവണം നിർബന്ധമില്ല. കാരണം അവരുടെ ബോഡി അത് മൊത്തം കൊണ്ടുപോയി മാറ്റി ഫാറ്റാക്കി സ്റ്റോർ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടാകും. ചിലരുടെ ബോഡിക്ക് നമ്മൾ കഴിക്കുന്ന എല്ലാം കൊണ്ട് സപ്പോർട്ട് ചെയ്യാനുള്ള ശേഷി, സ്റ്റോർ ചെയ്യാനുള്ള ശേഷി ഉണ്ടാവില്ല. അവർ ഒത്തിരി വണ്ണം വെച്ചില്ലെങ്കിലും അവരുടെ ബ്ലഡിൽ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡിലും ഒക്കെ കൂടുതലായിരിക്കും. പിന്നെ ചിലരൊക്കെ കുറേ വെയിറ്റ് എത്തിക്കഴിയുമ്പോഴായിരിക്കും അവരുടെ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ കൂടാൻ തുടങ്ങുന്നത്. അത് ഓരോരുത്തരുടെയും ജെനറ്റിക്സ് അനുസരിച്ചാണ്. അപ്പം ചിലരുടെ ജെനറ്റിക്സിൽ നമ്മൾ ചിലർ കാണാമല്ലോ, ഭക്ഷണം കഴിച്ച് എത്ര ഭക്ഷണം കഴിച്ചാലും അവർക്ക് ഓവറായിട്ട് വണ്ണം വെക്കുകയില്ല. കാരണം അവരുടെ ബോഡിക്ക് അതിൻ്റെ ഒരു കൺട്രോൾ ഉണ്ട്, ഇൻഡസ്ട്രീൻ ആവശ്യത്തിൽ കൂടുതൽ അബ്സോർബ് ചെയ്യില്ല. അപ്പോൾ അവർ കുറച്ച് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അത് അത്രേ അബ്സോർബ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ചിലരുടെ ബോഡിയിലെ ഫാറ്റ് സെൽസ് കൂടുതൽ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ഫാറ്റ് വന്ന് പോയിട്ട് ഞാൻ സ്റ്റോർ ചെയ്യാം, അങ്ങനെയുള്ളവരാണ് ഇങ്ങനെ ഓവറായി വെയിറ്റ് വെച്ച് പോകുന്നത്. ഭക്ഷണം കഴിക്കും, അതനുസരിച്ച് വെയിറ്റ് നമ്മൾ തന്നെ വോളണ്ടറി ആയിട്ട് ഭക്ഷണം കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അവരുടെ വെയിറ്റ് അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അതേസമയത്ത് ചിലരങ്ങനെയല്ല. ചിലരിൽ നമ്മൾ കുറച്ച് വണ്ണം ഇല്ലാത്തവർ തന്നെ കാണാമല്ലോ, ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ള. അത് നമ്മളുടെ ബോഡിക്ക് റിസർവ് ഇങ്ങനെ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റിയും ആ എൻസൈംസും അങ്ങനെ അതിനൊക്കെ കുറേ മറ്റേ മെക്കാനിസംസ് ഉണ്ട്. ആ മെക്കാനിസംസ് ഓരോരുത്തരുടെയും ഡിഫറെൻ്റ് ആയിരിക്കും.
അതുകൊണ്ടാണ് ചിലർക്ക് ഒത്തിരി വണ്ണം ഉണ്ടെങ്കിലും ഷുഗറും കൊളസ്ട്രോളും ഒന്നും കാണുകയില്ല. ചിലർക്ക് അധികം ഒന്നും വരുന്നതിൻ്റെ മുമ്പ് ഇതൊക്കെ വരും. ഈ 4 വയസ്സുള്ള കൊച്ചിനൊക്കെ ഒരു കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ 188 കാണുന്നത് അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അത് കൊളസ്ട്രോൾ അതിൻ്റെ അവിടെയും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ട്രൈഗ്ലിസറൈഡും കൂടെ. അപ്പോൾ ആ കൊച്ചിൻ്റെ വെയിറ്റ് അങ്ങനത്തെ മറ്റുള്ള കാര്യങ്ങളും കൂടെ വെച്ച് അത് അബ്നോർമൽ ആണോ നോർമൽ ആണോ എന്നൊക്കെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അത് ഫാസ്റ്റിംഗ് ആണോ, എപ്പം ഭക്ഷണം കഴിച്ചതിൻ്റെ സമയം, ഇതെല്ലാം അനുസരിച്ച് ഇത് വേരി ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ 12 hours ഫാസ്റ്റിംഗ് എന്ന് പറയും, എന്നാലും അതിന് മുമ്പത്തെ ദിവസം ഒരു ഹെവി ഡയറ്റാണ് എടുത്തത്. ഇപ്പം ഇതെല്ലാം നമ്മളുടെ ന്യൂട്രീഷനാണ്, ന്യൂട്രിയൻസ് ആണ് ഈ കൊളസ്ട്രോളും ഗ്ലൂക്കോസും ട്രൈഗ്ലിസറൈഡും ഒക്കെ. അത് നമ്മൾ ഫുഡുമായിട്ട് ഡയറക്റ്റ്ലി കണക്ട് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പം എന്ത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് എത്ര സമയം കഴിഞ്ഞിട്ടെന്നൊക്കെയാണ്. അപ്പം സാധാരണ നിലയിൽ കുട്ടികളിലൊന്നും ഒത്തിരി ഇത് കൂടി നിൽക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇമ്മീഡിയറ്റ്ലി അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോൾ കഴിച്ചു ഇതെല്ലാം അനുസരിച്ചാണ്. അപ്പം ഓവർ വെയിറ്റ് ഉള്ള കുട്ടിയാണോ, ഇതെല്ലാം അനുസരിച്ച് വേണം ഇത് നോക്കാനായിട്ട്. അപ്പം അതുപോലെ അവരെത്ര ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നുള്ള ആളാണ്, ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളെല്ലാം നമ്മൾ മൊബൈലും ഫോണും ഒക്കെ വെച്ച് കളിച്ചും വേറെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്ത ഒരു കുട്ടിയാണെങ്കിൽ, അത് ഓൾറെഡി ഒബേസും കൂടെ ആണെങ്കിൽ അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ് അത്രയും കൂടി നിൽക്കുന്നത്, കൂടുതലായിട്ട് തന്നെ നമ്മൾ എടുക്കുന്നതിന്. ശരിക്കും ഈ കൊളസ്ട്രോള് ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് പൊതുവെ നമ്മൾ ഈ വണ്ണമുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് കണക്ട് ചെയ്ത് പോവാറ്. അപ്പം ഈ ഒബീസിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ഓവർ വെയിറ്റ് എന്ന് പറയുന്നതും ഈ ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോളിൻ്റെ അമിതമായിട്ടുള്ള റേഞ്ചും ആയിട്ട് എങ്ങനെയാണ് നമുക്ക് ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാൻ പറ്റുക? എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ കേട്ടിട്ടുണ്ട് ഈ വളരെ വണ്ണം കുറഞ്ഞ മെലിഞ്ഞ ആൾക്കാരുടെയും കൊളസ്ട്രോൾ കൂടുതലാണെന്ന്. ട്രൈഗ്ലിസറൈഡ് കൂടുതലാണെന്ന് അങ്ങനെ കേൾക്കാറില്ല. അതാണ് കൊളസ്ട്രോൾ കൂടുന്നതിൻ്റെ കാരണം വണ്ണം ഇല്ലാത്തവർക്കാണേലും കൂടുന്നത് ഇനി പറഞ്ഞ പോലെ ഈ കൊളസ്ട്രോൾ വെച്ച് പല സാധനങ്ങളും നമ്മൾ ബോഡി ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതിലിപ്പോൾ ഏതിലേലും ഇപ്പം ഈവൻ മെറ്റബോളിക് ഹോർമോണാണ്, നമ്മുടെ മെറ്റബോളിസത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോണാണ് തൈറോയ്ഡ് ഹോർമോൺ. തൈറോയ്ഡ് ഹോർമോൺ, ഈ ഹാഷിമോട്ടോ തൈറോയ്ഡൈറ്റിസിൽ തൈറോയ്ഡ് ഹോർമോൺ കുറയും. അങ്ങനത്തെ പേഷ്യൻസിനെല്ലാം ട്രൈഗ്ലിസറൈഡ് കൂടുതലായിരിക്കും, കൊളസ്ട്രോളും കൂടുതലായിരിക്കും. മിക്കവാറും അങ്ങനെയാണ് കാണുന്നത്. പിന്നെ അതുപോലെ ഡയബറ്റിക് പേഷ്യൻസിനും ഈ മിക്കവാറും പേർക്കും ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോൾ കൂടിയിട്ടില്ലെങ്കിലും ട്രൈഗ്ലിസറൈഡ് കൂടുതലായിരിക്കും. പിന്നെ നമ്മളുടെ ഈ ലിവറിൻ്റെ പ്രോബ്ലംസ്, ലിവറാണ് ഈ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന, കൊളസ്ട്രോൾ മാത്രമല്ല പല സാധനങ്ങളും ഉണ്ടാക്കുന്നത് ലിവറാണ്. അപ്പം ലിവറിന് ലിവർ സെൽസിന് ഒരു ഡാമേജും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ ലിവർ ഫാറ്റ് കെട്ടുക, അതുപോലെ സിറോസിസും അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് അങ്ങനെയുള്ളവർക്കും കൊളസ്ട്രോളും ഈ ട്രൈഗ്ലിസറൈഡും ഒക്കെ കൂടുതലായിരിക്കും. അപ്പം ഈ അതുപോലെ ഈവൻ നമുക്ക് ഒരു സ്റ്റിറോയ്ഡ് ഹോർമോൺസ് ഇപ്പം പലപ്പോഴും നമ്മൾ കാണാറുണ്ടല്ലോ, പ്രായമാകുന്നതനുസരിച്ച് കൊളസ്ട്രോൾ കൂടി വരുന്നത്. അതിൻ്റെ ഒരു ബേസ് എന്താണെന്ന് ചോദിച്ചാൽ, കൊച്ചു പിള്ളേർക്ക് അത്രയും കാണുകയില്ല, കൊളസ്ട്രോൾ സാധാരണ അധികം കാണുകയില്ല. പക്ഷേ പ്രായമാകുന്നതിനനുസരിച്ച് അതിന് മുമ്പൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ ഓവർ വെയിറ്റ് ഒന്നുമില്ല, ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ പ്രായമാകുന്നതനുസരിച്ച് കൊളസ്ട്രോൾ കൂടി വരാൻ ഒരു ടെൻഡൻസി ഉണ്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പ്രായമാകുന്നതനുസരിച്ച് ഇപ്പം പ്രത്യേകിച്ച് ലേഡീസൊക്കെ ആണെങ്കിൽ ഈ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഹോർമോൺസ് ഉണ്ടാക്കുന്ന ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ തന്നെ അങ്ങ് നിൽക്കും. മെനപ്പോസ് ആകുന്നതോടുകൂടി ഏകദേശം അങ്ങ് തീരുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഹോർമോണിൻ്റെ ഒരു കുറവുണ്ടല്ലോ, അപ്പം ബോഡി അത് സെൻസ് ചെയ്യും. അതുണ്ടാക്കാനുള്ള ഒരു സബ്സ്ട്രേറ്റ് ആണല്ലോ കൊളസ്ട്രോൾ. ശരിക്കും കൊളസ്ട്രോളിൽ നിന്നാണ് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഒക്കെ. അതുപോലെ മെയിലിലാണെങ്കിൽ അപ്പം ഈ മെയിൽ ഹോർമോൺസിൻ്റെയോ ഫീമെയിൽ ഹോർമോൺസിൻ്റെയോ കുറവ് വരുമ്പം നാച്ചുറലി ഇതിൻ്റെ അളവ് കൂടാനുള്ളൊരു ടെൻഡൻസി വരും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ കുറേ മെക്കാനിസംസും കൂടി ഇതിനകത്ത് പോകുന്നുണ്ട്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, പല കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ആൾഡോസ്റ്ററോണിൻ്റെ കുറവ് അതൊന്നും നമുക്ക് ടെസ്റ്റ് പോലും ചെയ്യാനില്ല, അങ്ങനെയൊന്നും റുട്ടീനായിട്ട് നോക്കുന്നതല്ല. ഈ മിനറലോ കോർട്ടിക്കോയിഡ് നമ്മുടെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് കൺട്രോൾ ചെയ്യുന്ന ആൾഡോസ്റ്ററോണിൻ്റെ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഹോർമോൺ കൊളസ്ട്രോൾ കൂടാം. നമുക്കൊരു ഇതിൻ്റെ ഈ അഡ്രിനൽ
ഗ്ലാൻഡ്, എഡ്രിനൽ ഗ്ലാൻഡാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെയും ഈ തൈറോയ്ഡ് ഗ്ലാൻഡിന് വരുന്നത് പോലെയുള്ള അസുഖങ്ങളൊക്കെ, അതായത് ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ അതിനും വരാം. പക്ഷെ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഇതുവരെയും നമുക്കങ്ങനെ ഒരു ടെസ്റ്റുകളോ അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ലോജിക്കലി ചിന്തിക്കുമ്പോൾ ഈ ആൽഡോസ്റ്റിറോൺ അഡ്രിനൽ ഗ്ലാൻഡ് സംബന്ധിച്ചുള്ള ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് തൈറോയിഡിന് വരുന്നത് പോലെയുള്ളത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യതയുണ്ട്. വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ബേസിക്കലി ഒരു കെമിക്കൽ ഫാക്ടറിയാണ്. അപ്പോൾ അതിൽ പല ഈ റോ മെറ്റീരിയൽസ് ഒക്കെ പല കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എവിടെയെങ്കിലും ഒക്കെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും കൊളസ്ട്രോൾ കൂടാം. അല്ലാതെ നമ്മൾ കൊളസ്ട്രോൾ ശരിക്കും ഭക്ഷണത്തിൽ നിന്ന് മാത്രം ആകണമെന്നില്ല. കാരണം ഒരു വെജിറ്റേറിയൻ ഡയറ്റിൽ ശരിക്കും കൊളസ്ട്രോൾ വരുന്നില്ല. കാരണം കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ആനിമൽസിന് മാത്രമുള്ള ഒരിതാണ്. പ്ലാന്റിനും പ്ലാന്റ് ഫൈറ്റോസ്റ്റിറോൾ എന്നാണ് അതിന് പറയുന്നത്. നമ്മളുടെ അങ്ങനെ കൊളസ്ട്രോളിന് വേറൊരു ഫൈറ്റോസ്റ്റിറോൺ ഉള്ള ഇതിലാണ് വരുന്നത്. അത് വേറെ ടൈപ്പാണ്. നമുക്ക് ആനിമൽസിന് മാത്രമേ ഉള്ളൂ കൊളസ്ട്രോൾ. അപ്പോൾ അത് നമ്മൾ പാല്, മുട്ട, ഫിഷ്, മീറ്റ് ഒക്കെ കഴിക്കുമ്പോൾ അതിനകത്തേ കൊളസ്ട്രോൾ വരുള്ളൂ. ഈ കൊളസ്ട്രോൾ ഒന്നും കഴിക്കാത്ത പ്യുവർ വെജിറ്റേറിയൻ അല്ലെ വെഗാൻ ആയിട്ടുള്ള ആൾക്ക് പോലും കൊളസ്ട്രോൾ കൂടാം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ബോഡി അത് കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു ഡിമാൻഡ് വരുമ്പോൾ അത് ഉണ്ടാക്കും. പക്ഷെ ആ ഡിമാൻഡ് അനുസരിച്ച് ആ അവയവം അത് ഉപയോഗിക്കുന്നില്ലെങ്കിലാണ് അത് കൂടുതൽ കെട്ടി നിൽക്കാനുള്ള സാധ്യത വരുന്നത്. ഈ കൊച്ചുങ്ങളിൽ ഇപ്പൊ ഈ പർട്ടിക്കുലർലി ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുമ്പോൾ 4 വയസ്സുള്ളൂ, 14 കിലോയിലും താഴെയാണ്, വണ്ണം ഇല്ല, പക്ഷെ കൊളസ്ട്രോൾ ഹൈ ആണ്. കൂടാതെ 3 മാസമായിട്ട് ഈ യൂറിൻ പ്രോട്ടീൻ കാണിക്കുന്നു. അപ്പം അങ്ങനത്തെ എന്താണ് ഈ വണ്ണം ഇല്ലാതെ ഉള്ള സ്റ്റേജിൽ കൊളസ്ട്രോൾ കൂടുന്നത്? അത് നെഫ്രോട്ടിക് സിൻഡ്രോം, അതായത് കിഡ്നി ഡാമേജ് വരുന്നുണ്ട്. അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ ഭാഗമാണ്. അതിൽ കൊളസ്ട്രോൾ കൂടുതലായിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷെ എന്തുകൊണ്ടാണെന്ന് എനിക്ക് എക്സാക്ട് മെക്കാനിസം അതിൽ എന്തുകൊണ്ടാണ് കൂടുന്നതെന്ന് പറയാനറിയില്ല. ബട്ട് അതങ്ങനെ വരാറുണ്ട്. അപ്പോൾ അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, അതിൻ്റെ കൊളസ്ട്രോൾ കൊണ്ടല്ല അവർക്ക് കിഡ്നിക്ക് രോഗം വന്നിരിക്കുന്നത്. കിഡ്നിയുടെ രോഗം കൊണ്ട് വരുന്ന മേ ബി ഡാമേജ് വരുന്ന സെൽസിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് കിഡ്നി സെൽസ് ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊളസ്ട്രോൾ ബോഡി കൂടുതൽ ഉണ്ടാക്കുന്നതേ കാണുള്ളൂ. അതിൻ്റെ ഒരു റീബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് വേണ്ട ഒരു സാധനമാണല്ലോ കൊളസ്ട്രോൾ. അതുകൊണ്ട് ഉണ്ടാകുന്നതായിരിക്കും. പക്ഷെ അതിൽ ട്രീറ്റ് ചെയ്യേണ്ടത് അത് എന്തുകൊണ്ട് ആ കുഞ്ഞിന് ആ നെഫ്രോട്ടിക് സിൻഡ്രോം, അത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ് കിഡ്നിയെ ബാധിക്കുന്നത്. അത് എന്തുകൊണ്ട് വന്നു എന്ന് നോക്കണം. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തെറ്റിയിരിക്കുകയാണ്. അപ്പം ചിലപ്പം കുട്ടികൾക്ക് ഈ സ്ട്രെപ്റ്റോകോക്കസ് ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് വരാം. അതൊരു IgA നെഫ്രോപ്പതി എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ഗ്രൂപ്പിലായിട്ട് വരുന്ന ഇതാകാം. അപ്പം അല്ലെങ്കിൽ ചിലപ്പം ചില ഫുഡുകൾ അവർക്ക് പറ്റുന്നുണ്ടാവില്ല. പറ്റാത്ത ഇപ്പം ചിലർക്ക് പാലോ മുട്ടയോ അങ്ങനത്തെയൊക്കെ ചിലതിനോട് അലർജി ഉണ്ടാവും. അത് ഇൻടോളറൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഫുഡിൻ്റെ ഭാഗമായിട്ട് വരാം. അപ്പം അത് ഏതാണെന്ന് കണ്ടുപിടിച്ച് ആ ഫുഡ് ഒഴിവാക്കണം. അപ്പോൾ അത് ഒഴിവാക്കി വന്നു കഴിയുമ്പോൾ ഈ കൊളസ്ട്രോളും ഒക്കെ കറക്റ്റായി വരുന്നത് കാണാറുണ്ട്. അത് നമ്മൾ യൂഷ്വലി കാണാറുള്ളതാണ്. ഈ ഓട്ടോ ഇമ്മ്യൂൺ IgA നെഫ്രോപ്പതി ഒക്കെ ഉള്ള പേഷ്യൻസ് കുട്ടികളിലാണ് ഈ ഉണ്ടാകും. അതുപോലെ വലിയവരിലും ഉണ്ടാകാറുണ്ട്. ഈ നെഫ്രോട്ടിക് സിൻഡ്രോം പോലെയുള്ള പ്രഷർ കൂടി പെട്ടെന്ന് വരുന്നത് കൊച്ചുകുട്ടികളിൽ വരുന്നതാണ്. അതിൽ യൂഷ്വലി പലരുടെയും പെട്ടെന്ന് ആ ഒരു വൈറൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ ആണെങ്കിൽ ഈ ടോൺസിലൈറ്റിസോ അല്ലെങ്കിൽ പല്ലിന് കേടോ ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടും ഇത് വരാം. അപ്പോൾ അത് കറക്റ്റായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് അതിനെ ട്രീറ്റ് ചെയ്യണം. കൊളസ്ട്രോളിന് വേണ്ടിയിട്ട് വേണം, ഒത്തിരിയൊക്കെ കൂടി പോവുകയാണെങ്കിൽ അതിന് വേണമെങ്കിൽ എനിക്കറിയില്ല, അങ്ങനെ പീഡിയാട്രിഷ്യൻസ് ഒക്കെ കൊടുക്കുമെന്ന് എനിക്കറിയില്ല, കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട്. ബട്ട് അതിൻ്റെ ബേസ് കാര്യം ഇതാണ്, ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അതിൻ്റെ ആ ട്രിഗറിങ് ഫാക്ടർ എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനെ ഒഴിവാക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. ഇപ്പോൾ ഏറ്റവും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഈ ഡയബറ്റിസ് ആയതുകൊണ്ട് ഈ ഡയബറ്റിസ് ഇപ്പം ഷുഗർ ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും എല്ലാം ചെക്ക് ചെയ്യുന്ന ഒരു പ്രവണതയുള്ളതുകൊണ്ട് അത് കൂടിയിരിക്കുന്നു എന്നും മിക്കവാറും കേസുകളിൽ കാണാറുണ്ട്. അതേസമയം ഈ ഡയബറ്റിസ് കൺട്രോൾ ചെയ്യുന്ന മരുന്നുകൾക്ക് ഈ പറയുന്ന ട്രൈഗ്ലിസറൈഡും
കൊളസ്ട്രോളിൻ്റെ ലെവലിനെയൊക്കെ ബാധിക്കാറുണ്ട് എന്നും പറയുന്നുണ്ട്. അത് എങ്ങനെയാണ് അപ്പം മാനേജ് ചെയ്യുക? ഡയബറ്റിസ് ഒരു മെറ്റബോളിക് ഡിസോർഡറാണ്. ഓക്കെ, അത് മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോഡിയിലെ കെമിക്കൽ ആക്ടിവിറ്റി, അതിൽ വരുന്ന ഒരു കുഴപ്പം ഉണ്ടാകുമ്പം അതിനെയാണ് എല്ലാം മെറ്റബോളിക് ഡിസോർഡർ എന്ന് പറയുന്നത്. ഈ മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ ഒരു പാർട്ടാണ് ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ഒബേസിറ്റി, ഡിസ്ലൈപ്പിഡീമിയ. ഡിസ്ലൈപ്പിഡീമിയയിൽ പോലും നമ്മൾ പണ്ടൊക്കെയാണ് കൊളസ്ട്രോളിൻ്റെ കണക്കായിരുന്നു പറയാറുള്ളത്. ഇപ്പം നമ്മൾ അങ്ങനെയല്ല. HDL കുറഞ്ഞു പോവുമോ ട്രൈഗ്ലിസറൈഡ് കൂടുമോ? HDLനെയും ട്രൈഗ്ലിസറൈഡിനെയാണ് എടുക്കുന്നത്. അതായത് ട്രൈഗ്ലിസറൈഡ് കൊഴുപ്പ്, HDL എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൊളസ്ട്രോളിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത്, അതായത് തിരിച്ചു കൊണ്ടുപോകാനുള്ളതാണ് HDL. അതായത് അൺലോഡഡ് ആയിട്ടുള്ള ട്രക്ക് എന്ന് പറയാം നമ്മൾ കൊളസ്ട്രോളിന് ഫാറ്റുമായിട്ട് നടക്കുന്നത്. അപ്പോൾ അൺലോഡഡ് ആയിട്ടുള്ളതിൻ്റെ അളവ് കുറയുകയും ചെയ്ത് ട്രൈഗ്ലിസറൈഡ് കൂടുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ പാർട്ടായിട്ട് പറയുന്നത്. അപ്പോൾ ഈ മെറ്റബോളിക് സിൻഡ്രോം, അതായത് നമ്മുടെ മെറ്റബോളിസത്തെ ബ്ലോക്കാക്കി കളയുകയാണ് നമ്മൾ, അല്ലെങ്കിൽ തെറ്റുമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അത് ഡയബറ്റീസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഷുഗർ ഒത്തിരി കൂടുതലാണ്. ഈ ഷുഗർ ഒത്തിരി കൂടുതലാകുമ്പം എന്ത് പറ്റും? ഈ ഷുഗറിനെ എടുത്ത് ലിവർ കൂടുന്ന ഷുഗറിന്, അതായത് ശരിക്കും ഷുഗർ ബ്ലഡ് കൂടാൻ പാടില്ല. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിന് അപ്പം തന്നെ എക്സസ് ഉള്ളതിനെ എല്ലാം ലിവർ ഇമ്മീഡിയറ്റ്ലി അത് ട്രൈഗ്ലിസറൈഡ് ആക്കി മാറ്റണം, അല്ലെങ്കിൽ ആദ്യം ഗ്ലൈക്കോജൻ ആക്കി മാറ്റും. ഗ്ലൈക്കോജൻ നമുക്ക് നേരിട്ട് ഗ്ലൂക്കോസ് ആയിട്ട് യൂസ് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞ് മിച്ചമുള്ളതിനെ എല്ലാം ട്രൈഗ്ലിസറൈഡ് ആക്കി മാറ്റി അതിനെ കൊണ്ടുപോയി നമ്മളുടെ ഫാറ്റ് സെൽസിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യണം. പക്ഷെ ആ പ്രോസസ്സ് നടക്കാതെ വരുന്നു. അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ ഗ്ലൂക്കോസാണ്. ആ ഗ്ലൂക്കോസിനെ എല്ലാം ലിവറിനെ കൊണ്ട് പറ്റുന്നില്ല മാറ്റി ഗ്ലൈക്കോജൻ ആക്കേണ്ട ആവശ്യമില്ല. ഗ്ലൈക്കോജൻ സ്റ്റോർ ചെയ്യുന്നോടം പറയുന്നു എനിക്ക് വേണ്ടാന്ന്. അപ്പോൾ ഇവരെല്ലാം ഫാറ്റിനെ ട്രൈഗ്ലിസറൈഡ് ആക്കിയിട്ട് അത് കൊണ്ടുപോയി അഡിപ്പോസ് സെൽസ്, അതായത് ഫാറ്റ് സെൽസിൽ കൊണ്ടുപോയി നമ്മുടെ സ്കിന്നിനടിയിലും ഇൻഡസ്റ്റൈൻ്റെ ഇടയിലും എല്ലായിടത്തുമായിട്ട് കൊണ്ടുപോയി വയ്ക്കാൻ നോക്കും. അവരും പറയും ഞങ്ങൾക്ക് വേണ്ടാന്ന്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ലിവർ സെല്ലിൽ കെട്ടിക്കിടക്കും. ഈ ലിവറിൽ തന്നെ ഈ ഫാറ്റ് കെട്ടിക്കിടക്കും. അതിനാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അത് മിക്കവാറും എല്ലാ ഡയബറ്റിക് പേഷ്യൻസിനും തന്നെ നമ്മൾ ലിവറിൽ ഫാറ്റ് ഉണ്ടോ, ഈ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലിവറിൽ ഫാറ്റ് കിട്ടുന്നുണ്ടാവും. ഈവൻ നമ്മൾ കുറച്ചും കൂടെ സൂക്ഷ്മമായിട്ട് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്താൽ ഈവൻ പാൻക്രിയാസിൻ്റെ സെല്ലിനകത്ത് ഫാറ്റ് കിട്ടുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ എല്ലാ സെല്ലിനകത്തും ഫാറ്റ് കിട്ടുന്ന വരുന്നില്ല. ആ ഫാറ്റ് ഓവറാകുന്നത് നമ്മുടെ ബോഡിയിൽ വരുന്നതനുസരിച്ച് നമ്മുടെ ഈ ഗ്ലൂക്കോസ് കൂടുന്നതനുസരിച്ച് നാച്ചുറലി ഫാറ്റും കൂടും, ഗ്ലൂക്കോസും കൂടും, ഫാറ്റും കൂടും. അതുകൊണ്ടാണ് ഈ ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ പല മൾട്ടിപ്പിൾ കാരണങ്ങൾ കൊണ്ടാണ്. കാരണം ഡയബറ്റീസിൻ്റെ കൂടെ ട്രൈഗ്ലിസറൈഡും ഈ ഇതും കൂടും. അത് പിന്നെ ആത്രോസ്ക്ലെറോസിസ്, ഈ രക്തക്കുഴലുകളിലും എല്ലാം കൊഴുപ്പടിയാൻ തുടങ്ങും. അങ്ങനെയാണ് ഈ ഡയബറ്റിക് പേഷ്യൻസിന് ഡയറക്റ്റ് ഗ്ലൂക്കോസ് കൊണ്ടുള്ള ഡാമേജ് വരും, പിന്നെ ഫാറ്റ് കൊണ്ടുള്ള ഡാമേജ് വരും. ഇങ്ങനെയാണ് ഒന്നൊന്നായിട്ട് നമ്മൾ ഹാർട്ടിനെയും കിഡ്നിയെയും ലിവറിനെയും കണ്ണിനെയും ഒക്കെ അഫക്റ്റ് ചെയ്യുന്ന അങ്ങനെയാണ്. ഹോൾ ബ്ലഡ് വെസൽസ് ഡാമേജ് ആകുവാണ്. അവിടെ എല്ലാം എക്സസ് വരുന്നത് എന്താ? ഗ്ലൂക്കോസും ഫാറ്റുമാണ്. അപ്പം ഇതുപോലെ തന്നെ ഇതേ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ്സും നമ്മളെ വളരെ കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നത് BP-യിലാണ്. ബ്ലഡ് പ്രഷറുള്ള, ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് എല്ലാവർക്കും തന്നെ നോക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടുതലായിട്ട് വരാറുണ്ട്. അപ്പോൾ അതേസമയം ഈ BP-ക്കുള്ള ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ മെഡിക്കേഷൻസ് എങ്ങനെയാണ് ഈ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കുറയ്ക്കാനായിട്ട് ഏത് രീതിയിലാണ് എഫക്റ്റ് ചെയ്യുന്നത്? BP-ക്കുള്ള മെഡിസിൻസ്, BP-ക്ക് കൊടുക്കുന്ന മെഡിസിൻസ് കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കുറയ്ക്കുകയല്ല. ഡയബറ്റീസിൻ്റെ മെഡിസിനൊക്കെ ചിലതൊക്കെ രണ്ടിനും കൂടെ ഗുണമുള്ളതൊക്കെയാണെന്നൊക്കെ പറയപ്പെടാറുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇപ്പം യൂഷ്വലി നമ്മൾ BP-ക്കുള്ള മരുന്ന് പേഷ്യൻസിൻ്റെ കൂടെ എല്ലാവർക്കും കൊളസ്ട്രോളിനും കൂടെ മരുന്ന് കൊടുത്തിട്ടുണ്ടാകും. ട്രൈഗ്ലിസറൈഡ് ഈ കൊളസ്ട്രോളിൻ്റെ മരുന്നിന് കൊടുക്കുന്ന മരുന്ന് തന്നെ ട്രൈഗ്ലിസറൈഡിനും കുറച്ചൊരു ഇഫക്റ്റ് കുറച്ചൊക്കെ കുറയ്ക്കാം എന്നുള്ളത് പറയുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇത് പിന്നെയും അതിലും അവിടെയൊന്നും കൺട്രോൾ ആകാതിരിക്കുമ്പോഴാണ് പിന്നെയും കുറച്ചും കൂടെ മറ്റ് ലെവലിലേക്കുള്ള ട്രൈഗ്ലിസറൈഡിന് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള മെഡിസിൻസ് കൊടുക്കുന്നത്.
അപ്പം ബിപിക്ക് എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ ബിപി ഉള്ള പേഷ്യൻസിനൊക്കെ മിക്കവാറും കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കൂടുതലായിരിക്കും. കാരണം ബിപി വരാൻ കാരണം തന്നെ എന്താ? ബിപി ഉണ്ടാകാൻ കാരണം ഈ രക്തക്കുഴലുകളിൽ ഈ കൊളസ്ട്രോളും ഫാറ്റും കൂടെ അടിഞ്ഞ് ആത്രോസ്ക്ലെറോസിസ്, ആത്രോമ എന്ന് പറയും. അതായത് നമ്മൾ ഈ കൊളസ്ട്രോൾ കൂടുതലുള്ള ചില പേഷ്യൻ്റെയൊക്കെ കണ്ണിനടിയിലൊക്കെ കണ്ണിന് ചുറ്റുമൊക്കെ കൊഴുപ്പടിഞ്ഞിരിക്കുന്ന ഒരു സന്തലാക്സ്മ എന്നൊക്കെ പറഞ്ഞൊരു കാണാറില്ലേ? എന്ന് പറഞ്ഞതുപോലെ അത് അതിലും കണ്ണിൻ്റെ ചുറ്റും വരാൻ കാരണം എന്താ? കണ്ണിൻ്റെ അവിടുത്തെ ആ സ്കിൻ അത്ര നേർത്തമായതുകൊണ്ട് അവിടെ അടിഞ്ഞു കൂടുമ്പോൾ നമ്മൾ പുറത്തേക്ക് കാണുന്നതാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ രക്തക്കുഴലുകൾക്കടിയിൽ പോയി അടിയുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ നമുക്ക് ഈ സ്കാനിങ്ങിൽ നമുക്ക് ഏറ്റവും പെരിഫറൽ ഏറ്റവും ക്ലോസ് ആയിട്ട് സ്കാൻ ചെയ്യാവുന്ന ബ്രെയിനിലേക്ക് പോകുന്ന കരോട്ടിഡ് ആർട്ടറിയിലാണ്. കരോട്ടിഡ് ആർട്ടറിയിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കാണാം അവിടെ എത്ര അത്രോമാസ്, അതിൻ്റെ തിക്നെസ് എത്രയാണെന്നൊക്കെ അറിയാം. അതാണ് നമ്മൾ ബ്ലഡ് വെസൽസിൻ്റെ ഏജിങ്. ഇപ്പം നമ്മുടെ ബോഡിയുടെ ഏജ് നോക്കാം, നമ്മുടെ കലണ്ടർ ഏജ് ഉണ്ട്, അതുപോലെ നമ്മുടെ ബോഡിയുടെ ഹോൾ ഏജ് നോക്കുന്നത് നമ്മുടെ ലീൻ മാസ് ഫാറ്റ് മാസ് റേഷ്യോയുടെ കാൽക്കുലേഷൻ വെച്ചാണ്. പിന്നെ രക്തക്കുഴലുകളുടെ ഏജിങ് നോക്കാം, അത് നമ്മുടെ ഈ രക്തക്കുഴലുകളുടെ ഉള്ളിലെ ലൈനിങ്ങിനും മസിലിൻ്റെ ഇൻറ്റിമ മീഡിയ എന്ന് പറയും, ഇൻറ്റിമയ്ക്കും മീഡിയയ്ക്കും ഇടയിൽ എന്തോരം കൊഴുപ്പടിഞ്ഞിട്ടുണ്ടെന്നുള്ളത് വെച്ചാണ്. അത് നമുക്ക് ചെറുപ്പത്തിലേ തുടങ്ങും, അത് കൂടിക്കൂടി പതുക്കെ പതുക്കെ കൂടിക്കൂടി വന്നിട്ടാണ് അവസാനം നമ്മൾ ഈ ഹാർട്ടിലാണെങ്കിൽ അറ്റാക്ക് പോലെ വരുന്നത് രക്തക്കുഴലുകളിൽ കൊഴുപ്പടിഞ്ഞത് ബ്ലോക്ക് ആകുമ്പോഴാണല്ലോ. അതിനാണല്ലോ നമ്മൾ ബൈപ്പാസ് ഒക്കെ ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ ഈ ആവശ്യത്തിൽ കൂടുതൽ കൊഴുപ്പുള്ള ഭക്ഷണം കഴിച്ചിട്ട് മാത്രമാണ് ഇതെല്ലാം വരുന്നത്. അതാണ് നമ്മൾ ബേസ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഐതർ കൊഴുപ്പ് തന്നെ കൂടുതൽ കഴിച്ചു, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിച്ചു. ചില പേഷ്യൻസ് ഒക്കെ പറയും, ഡോക്ടറെ ഞാൻ കൊഴുപ്പൊന്നും ഒട്ടും ഉപയോഗിക്കുന്നില്ല എന്ന് പറയും. അപ്പം നമ്മൾ പ്രത്യേകം പിന്നെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ചോറൊക്കെ നന്നായിട്ട് കഴിക്കും, പിന്നെ നട്ട്സൊക്കെ നന്നായിട്ട് കഴിക്കും. അപ്പം നമ്മൾ എണ്ണ തന്നെ കുടിക്കണമെന്നോ അല്ല എണ്ണ ഫ്രൈ ചെയ്യണമെന്ന് മാത്രമൊന്നുമില്ല. കാർബോഹൈഡ്രേറ്റ് കഴിച്ചാലും അത് ഫൈനലി പോകുന്നത് ഫാറ്റായിട്ടാണ്. അതുപോലെ ഈ നട്ട്സിനകത്തൊക്കെ നമ്മൾ ഈ കഴിക്കുന്ന കശുവണ്ടി, കപ്പലണ്ടി, ബദാം, അതിനൊക്കെ 60% കൊഴുപ്പാണ്. ഈവൻ നമ്മുടെ തേങ്ങ, ഡ്രൈ കോക്കനട്ടിനകത്ത് 60% എണ്ണയാണ് അതിനകത്ത്. അപ്പം ഇതൊക്കെ കഴിക്കുമ്പോൾ നേരെ എണ്ണയായിട്ട് തന്നെ ചെല്ലും. അരിയും ഗോതമ്പും ഒക്കെയാണ് കൂടുതൽ കഴിക്കുന്നതെങ്കിൽ അതിന് ആവശ്യത്തിന് നമ്മുടെ എനർജിക്കുള്ള ഉപയോഗത്തിന് കഴിഞ്ഞ് ഗ്ലൂക്കോസിനെ നേരെ ഫാറ്റാക്കിയാണ് മാറ്റുന്നത്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എണ്ണ കഴിക്കണമെന്നോ ഇതൊന്നും കഴിക്കണമെന്നില്ല. ഹിഡൻ ആയിട്ടുള്ള ഫാറ്റ് നമ്മുടെ ഫുഡിൽ ഒത്തിരി ഉണ്ടാകും. ഡ്രൈ ഫ്രൈ ആവണമെന്നില്ല. ഇപ്പം നമ്മൾ ഈ കഴിക്കുന്ന പേസ്ട്രിയും കേക്കും അതിനകത്തൊക്കെ എന്തോരം ഓയിലാണ് വരുന്നത്. അതും ഹൈഡ്രജനേറ്റഡ് ഫാറ്റാണ്. ഹൈഡ്രജനേറ്റഡ് ഫാറ്റും ട്രാൻസ് ഫാറ്റും നമ്മുടെ ബോഡിക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് തന്നെ അറിയില്ല. അപ്പം അതെല്ലാം കൂടെ നമുക്ക് ഈ കൊളസ്ട്രോൾ കൂടാനും ട്രൈഗ്ലിസറൈഡ് കൂടാനും ഒക്കെ കാരണമാകും. ഈ ട്രൈഗ്ലിസറൈഡും മറ്റ് കൊളസ്ട്രോളൊക്കെ കൂടി ഈ നമ്മുടെ ഈ രക്തക്കുഴലുകൾ ചുരുങ്ങുന്ന പോലെ അതിൻ്റെ ഭിത്തിക്ക് ചുറ്റുമുള്ള ഭിത്തിക്ക് വണ്ണം കൂടി അങ്ങനെ ചുരുങ്ങുന്നതായിട്ടൊക്കെ ആണ് പറയുന്നത്. അപ്പം ഈ നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കുറയുകയാണെങ്കിൽ ശരിക്കും ഈ പറയുന്ന രക്തക്കുഴലുകളുടെ വ്യാസം കൂടുന്നതായിട്ട് വരുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം അവിടെ വരുമോ, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ രക്തത്തിലുള്ള ഈ പറയുന്ന അളവ് കുറയുന്നു എന്ന് മാത്രമാണോ? രക്തത്തിൽ കുറയുമ്പം അതനുസരിച്ചുള്ള ചേഞ്ച് നമ്മുടെ എല്ലാ സെല്ലുകൾക്കും ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. രക്തം ഒരു ഫ്ലോയിങ് ടിഷ്യൂ ആണ്. അതായത് അതാണ് നമ്മളുടെ ലിവർ പോലെ തന്നെ. ലിവർ എന്ന് പറഞ്ഞാൽ സോളിഡ് ആയിട്ടുള്ള ടിഷ്യൂ ആണ്. എല്ലെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള ടിഷ്യൂ ആണ്. മസിൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ശരിക്കും ഒരു ടിഷ്യൂ ആണ്, ഒരു അവയവമാണ് ബ്ലഡ് എന്ന് പറയുന്നത്. അത് ഓൺലി തിങ് അത് ഫ്ലോയിങ് ആണ്. അതിനകത്തും കുറച്ചും കൂടെ വാട്ടർ കണ്ടന്റ് കൂടുതലാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ഹോൾ ബോഡിയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ എല്ലാത്തിനും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്കെല്ലാം, കാരണം ഈ ബ്ലഡാണ് നമുക്ക് ഈ ന്യൂട്രീഷൻ ആണെങ്കിലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അവരാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഒരു ചേഞ്ചിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മളുടെ ഇപ്പം കൊളസ്ട്രോൾ ഒത്തിരി കൂടി നിൽക്കുമ്പം
നമ്മുടെ രക്തക്കുഴലുകൾ അടഞ്ഞായിരിക്കും. അത് നമ്മളുടെ ഭക്ഷണത്തിൽ നമ്മൾ കൺട്രോൾ ചെയ്ത് കുറച്ചുകൊണ്ട് വന്നു കഴിയുമ്പം നാച്ചുറലി ഈ രക്തക്കുഴലുകളിൽ അടഞ്ഞിരിക്കുന്ന കൊഴുപ്പുകളെയൊക്കെ നമ്മുടെ HDL എടുത്തുകൊണ്ട് വന്ന് ലിവറിൽ കൊണ്ടുവന്ന് അതിനെ നമ്മുടെ എനർജി ആയിട്ട് മാറ്റിക്കോളും. നമുക്ക് ഈ ബ്ലഡിൽ കൂടെ നടക്കുന്ന ഫാറ്റിനെ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. എനർജി ആയിട്ട് ബേൺ ഔട്ട് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഫുഡിൻ്റെ കൺട്രോൾ കുറയ്ക്കണം. കാലറി ഇൻടേക്ക്, കാലറി എന്ന് പറയുന്നത് നമ്മൾ പ്രോട്ടീൻ്റെ കാലറിയും എല്ലാത്തിനെയും നമ്മൾ കാലറി എന്ന് പറയും. പക്ഷെ നമ്മൾ എനർജിക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന പ്രോട്ടീൻ ഉപയോഗിക്കുകയാണെങ്കിലും നമ്മൾ ബാക്കിയുള്ള നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം ഈ പ്രോട്ടീനൊക്കെ നമ്മുടെ ബോഡി ബിൽഡിങ് ഉദ്ദേശിച്ചാണ്. വൈറ്റമിൻസും മിനറൽസും മറ്റു കാര്യങ്ങൾ കെമിക്കൽ റിയാക്ഷൻസ് കറക്റ്റായിട്ട് കൊണ്ടുപോകാനാണ്. omega-3 ഫാറ്റും omega-6 ഫാറ്റും നമ്മുടെ കൺട്രോൾ മെക്കാനിസത്തിൽ ഈവൻ omega-9 ഫാറ്റ് ഉണ്ട്. അതും നമ്മുടെ ബോഡി ബിൽഡിങ് ആക്ടിവിറ്റിക്കാണ്. ഈ സാച്ചുറേറ്റഡ് ഫാറ്റും മറ്റേ കാർബോഹൈഡ്രേറ്റും ആണ് നമ്മളുടെ ബോഡിയുടെ എനർജി ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. പക്ഷെ നമ്മുടെ ബോഡിയുടെ 1% മാത്രമേ നമുക്ക് കാർബോഹൈഡ്രേറ്റ് വരുന്നുള്ളൂ ബോഡി കോമ്പോസിഷനിൽ. അപ്പോൾ അത്രയും ബോഡി ഉണ്ടാക്കാൻ കാർബോഹൈഡ്രേറ്റിൻ്റെ കാര്യമായ ആവശ്യം വരുന്നില്ല. അത് എനർജിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പം നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ് എല്ലാം കൂടുതൽ കഴിച്ച് ഓർ ഈ ഒത്തിരി സാച്ചുറേറ്റഡ് ഫാറ്റ്, വെളിച്ചെണ്ണയും നമ്മൾ ഈ ഡാൽഡ പോലെയുള്ള മറ്റേ ഈ ബേക്കറി ഐറ്റംസിലും എല്ലാം വരുന്ന ഇതെല്ലാം കൂടെയാണ് നമ്മുടെ ഈ ട്രൈഗ്ലിസറൈഡും ഒക്കെ കൂടി അതിങ്ങനെ ബ്ലഡിൽ കൂടെ നടക്കാൻ തുടങ്ങുന്നത്. അപ്പം ഞാൻ ബേസിക്കലി ഇപ്പോൾ ഈ പലപ്പോഴും പല പേഷ്യൻസും കാണാറുണ്ട്, കൊളസ്ട്രോളിന് 80 മില്ലിഗ്രാം ഒക്കെ ആയിരിക്കും സ്റ്റാറ്റിനൊക്കെ കഴിക്കുന്നത്. അതിൻ്റെ കൂടെ ഫെനോഫൈബ്രേറ്റ്, പല മറ്റുള്ള കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കുറയ്ക്കാനുള്ള മരുന്നും കാണും. പിന്നെ BP-ക്ക് മരുന്ന് കാണും. ഈ BP ആണല്ലോ എല്ലാ ഈ ഹാർട്ട് പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ 3-4 മരുന്നായിരിക്കും BP-ക്ക് ഉള്ളത്. പിന്നെ ഡയബറ്റീസ് ഉണ്ടാവും, അതിനും ഇൻസുലിനും ഉണ്ടാവും, 3-4 മരുന്നുണ്ടാവും. പിന്നെ അതിൻ്റെ കൂടെ കൊളസ്ട്രോളിന് ഇതുണ്ടാവും. ചിലപ്പം ചിലർക്കൊക്കെ അതുപോലും ഈ ട്രൈഗ്ലിമെത്തും ജസ്റ്റ് സ്റ്റാറ്റിൻ മാത്രമല്ല 3-4 മരുന്നുകൾ അതിനും വേണം. അത്ര അധികം മരുന്ന് കഴിക്കുന്നവർ, പിന്നെ യൂറിക് ആസിഡിന് മരുന്ന്, ഇതെല്ലാം കൂടെ ഉള്ള മരുന്ന് പേഷ്യൻസിനെയാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. ഈ മരുന്നുകളെല്ലാം ഫുഡ് കൺട്രോൾ ചെയ്ത് ഈ കാലറി റിഡ്യൂസ് ചെയ്ത്, അത് കാലറി റിഡ്യൂസ് ചെയ്താൽ മാത്രം പോരാ, ബാക്കിയുള്ള ന്യൂട്രിയൻ്റ് എല്ലാം കറക്റ്റായിട്ട് കിട്ടുകയും കൂടെ ചെയ്യണം. കാരണം നമ്മളുടെ ഈ കെമിക്കൽ റിയാക്ഷൻ ബോഡിയിൽ നടക്കാനുള്ള എല്ലാ വൈറ്റമിൻസും എല്ലാ മിനറൽസും omega-3, 6, 9 ഫാറ്റും അതുപോലെ അമിനോ ആസിഡ്സ്, പ്രോട്ടീൻ അമിനോ ആസിഡ്സും എല്ലാം കറക്റ്റ് പ്രൊപ്പോർഷനിൽ വന്നാൽ ഇതിൻ്റെ വീക്ക് തന്നെ, ഇപ്പം നമ്മൾ സാധാരണ ഈ കൊളസ്ട്രോളോ ട്രൈഗ്ലിസറൈഡോ ഒക്കെ എവറി വീക്കാണ് ചെക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ ഫസ്റ്റ് വീക്ക് ഒരു കറക്റ്റായിട്ട് നോക്കിയ ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ മിക്കവാറും ഒരാഴ്ച കൊണ്ട് ട്രൈഗ്ലിസറൈഡ് നോർമലായിട്ടുണ്ടാവും. കൊളസ്ട്രോൾ പലർക്കും നോർമലായി വരാൻ ഇച്ചിരി കൂടെ സമയമെടുക്കും. അപ്പം ഇപ്പം നമ്മൾ ഈ കൊളസ്ട്രോളിൻ്റെയും ഒക്കെ മരുന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ആഴ്ചയും വെച്ച് റിഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. BP-യുടെ മരുന്ന് ശരിക്കും എവറി 2-3 ദിവസം, അതായത് പേഷ്യൻ്റ് ആ ഒരു സിസ്റ്റത്തിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിതിൻ 2-3 ഡേയ്സ് മരുന്ന് കുറച്ചുകൊണ്ട് വരാം. ഒരു മരുന്നൊക്കെ ഉള്ള ഒരാളാണ് 1-2 ആഴ്ച കൊണ്ട് മരുന്നില്ലാതെ തന്നെ BP കൺട്രോൾ ആവും. 3-4 മരുന്നുള്ളവർ പോലും മിക്കവാറും പേഷ്യൻ്റെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് നോക്കി കുറച്ചുകൊണ്ട് വരുവാണെങ്കിൽ 2-3 വീക്സിനുള്ളിൽ BP-യുടെ മരുന്ന് എല്ലാം കുറച്ചുകൊണ്ട് വരാൻ പറ്റും. പിന്നെ ഡയബറ്റീസിൻ്റെ മരുന്ന്, ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ നമ്മൾ തുടങ്ങുന്ന ദിവസം തന്നെ നിർത്തുകയാണ് ചെയ്യുന്നത്. നിർത്തിയില്ലെങ്കിലാണ് അവിടെ ഡേഞ്ചർ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റാണല്ലോ. അതുകൊണ്ട് ഡയബറ്റീസിൻ്റെ മരുന്ന് എല്ലാം നിർത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വിതിൻ 1 or 24 hours തന്നെ ഷുഗർ കൺട്രോൾ ആവും എന്നുള്ളതാണ്. നമ്മൾ വീട്ടിലിരുന്ന് എവരി ഡേ 4 times ഷുഗർ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പേഷ്യൻറ്റിന് തന്നെ കോൺഫിഡൻ്റ് ആകും. നമ്മൾ മരുന്ന് 3-4 മരുന്ന് ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്നവരോട് ജസ്റ്റ് നിർത്താൻ പറഞ്ഞിട്ട് പേഷ്യൻ്റെ കോൺഫിഡൻസ് നമുക്കും പറയാൻ പറ്റില്ല അവരെന്താ കഴിക്കുന്നത്, കുറഞ്ഞു പോകുമോ, ഷുഗർ ഒത്തിരി കൂടിപ്പോകുമോ എന്നൊക്കെ. അപ്പം ആ നെക്സ്റ്റ് യൂഷ്വലി നമ്മൾ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് ഷുഗർ നോക്കുവാണെങ്കിൽ പിന്നെ 10 മണിക്ക് ഷുഗർ നോക്കുമ്പോൾ തന്നെ അതിൻ്റെ കുറവ് കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം യൂഷ്വലി ഈവനിങ് ആകുമ്പോൾ തന്നെ പേഷ്യൻ്റ് കറക്റ്റായിട്ട് നോക്കിയിട്ടുണ്ട്, ഷുഗർ ഏകദേശം കൺട്രോളിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പം ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോളും ഒക്കെ എവരി വീക്ക് നോക്കുക, ഷുഗർ വീട്ടിൽ തന്നെ ഇരുന്ന് നോക്കുക.
ഇങ്ങനെ നമ്മൾ ഈ സാധാരണ നിലയിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസിന്, അതായത് ഈ ഹാർട്ടിന് വേണ്ടിയിട്ടും ഒക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, ഈവൻ ഈ സ്റ്റെൻറ്റൊക്കെ ഇട്ടവരാണെങ്കിൽ അതിൻ്റെ ആ ഒരു കാലാവധി സമയത്ത് നമ്മൾ, കാരണം ആ സ്റ്റെൻറ്റിൽ പോയി ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാൻ, സ്റ്റെൻറ്റൊന്നും ഇടാത്ത അല്ലെങ്കിൽ സ്റ്റെൻറ്റ് ഇട്ടിട്ട് 1 ഇയർ കഴിഞ്ഞവരാണെങ്കിൽ, ബൈപ്പാസ് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിലും, ബൈപ്പാസിന് പിന്നെ അവിടെ വേറെ ഒന്നും കട്ട പിടിക്കാനില്ല, കാരണം നമ്മുടെ ആർട്ടറി തന്നെ യൂസ് ചെയ്താണല്ലോ ചെയ്തിരിക്കുന്നത്, വെയിൻ വെച്ചാണ് ബൈപ്പാസ് ചെയ്യുന്നത്. ഈ ഈ പേഷ്യൻസിന് എല്ലാം ഇതിന് മന്ത് മിക്കവാറും എല്ലാ മരുന്നും കുറച്ചുകൊണ്ട് വന്ന് നിർത്താൻ പറ്റും. ജസ്റ്റ് കുറച്ചുകൊണ്ട് വന്ന് നിർത്താമെന്നല്ല, പ്രഷറും ഷുഗറും കൊളസ്ട്രോളും എല്ലാം പണ്ട് മരുന്ന് കഴിച്ചിരുന്നതിനേക്കാൾ മച്ച് ബെറ്റർ. കാരണം മരുന്ന് കഴിക്കുമ്പം ആർക്കും നല്ല കൺട്രോളൊന്നും കിട്ടാറില്ല. അപ്പോൾ ആ അത്ര ഫാസ്റ്റായിട്ട് നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റും എന്നുള്ളതാണ്. പലരും ഇൻസുലിനൊക്കെ എടുക്കുന്നുണ്ടാകും, പക്ഷേ ഷുഗർ അങ്ങ് 400 500 ഒക്കെ ആയിരിക്കും. 3 നേരം ഇൻസുലിനും ഉണ്ടാവും, ഡയബറ്റീസിന് വേണ്ടിയിട്ട് മരുന്നും ഉണ്ടാവും. ആ എടുക്കുന്ന സമയം കുറയും, അത് കഴിയുമ്പോൾ അവർക്ക് വിശപ്പ് വരും, ഷുഗർ താഴെ പോകുമ്പോഴേക്കും അവർ കൂടുതൽ മരുന്ന് കഴിക്കും, അപ്പോൾ വീണ്ടും കൂടുതലും ഭക്ഷണം എടുത്ത് കഴിക്കും, അപ്പോൾ വീണ്ടും ഷുഗർ കൂടും. അപ്പം ഈ ഷുഗർ മുകളിലോട്ട് പോവുക താഴേക്ക് പോവുക അതിൻ്റെ ഒരു ഇടയിലായിരിക്കും എപ്പോഴും പേഷ്യൻ്റ് നിൽക്കുന്നത്. പിന്നെ ഈ കൊളസ്ട്രോളിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു ദിവസം നമ്മൾ മരുന്ന് കഴിച്ചില്ലെങ്കിൽ അപ്പം ഷുഗർ ഷൂട്ടപ്പ് ചെയ്യും, നമ്മൾ കൊളസ്ട്രോൾ ഷൂട്ടപ്പ് ചെയ്യും. അത് ഷുഗറിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെയാണ്, ബി പിയുടെ കാര്യത്തിലും അങ്ങനെയാണ്. അപ്പം നമ്മൾ ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ്. അപ്പോൾ ഈ കൊളസ്ട്രോൾ ആണെങ്കിലും ട്രൈഗ്ലിസറൈഡ് ആണെങ്കിലും ഇതിൻ്റെ ഒന്നും വന്നിരിക്കുന്നത് മരുന്നിൻ്റെ കൂടുതലുകൊണ്ടല്ലല്ലോ. ആ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടാകണം. നമ്മുടെ ജീവിതശൈലിയുടെ കുഴപ്പം കൊണ്ടാണ്. ഈ രോഗത്തിൻ്റെ പേര് തന്നെ ജീവിതശൈലി രോഗമെന്നാണ്. അത് ആരും ഉണ്ടാക്കുന്നതല്ല. WHO മുതൽ എല്ലാ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും പറയുന്നതിന് ഇതിന് ജീവിതശൈലി രോഗമെന്നാണ്. അപ്പം ജീവിതശൈലി രോഗത്തിന് അല്ലാതെ മരുന്നിൻ്റെ കുറവ് കൊണ്ടല്ല. മരുന്നിൻ്റെ കുറവ് കൊണ്ട് നമ്മൾ ഇപ്പോൾ കുറയുന്നതെന്ന് പറഞ്ഞാൽ മരുന്നായിട്ട് നമ്മളൊരു ഇത് കൊടുക്കാവുന്നത് ന്യൂട്രീഷനാണ്. വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് നൈറ്റ് ബ്ലൈൻഡ്നെസ് വരാം, കണ്ണിന് കേട് വരാം, അതുപോലെ വൈറ്റമിൻ സിയുടെ കുറവ് കൊണ്ട് വരാം. അവിടെയൊക്കെ നമുക്ക് മരുന്നായിട്ട് നമ്മൾ ഈ വൈറ്റമിൻസിനെ യൂസ് ചെയ്യാം, അല്ലാതെ ഇതിനകത്തൊരു റോളും ഇല്ല മരുന്നുകൾക്ക്. നമ്മൾ ഈ ജീവിതശൈലി രോഗങ്ങൾ മരുന്ന് വെച്ചല്ല, അതിൻ്റെ മച്ച് ബെറ്ററായിട്ട്, മച്ച് ഫാസ്റ്ററായിട്ട്. ഇപ്പോൾ എല്ലാവരും കരുതും നമ്മൾ ജീവിതശൈലിയൊക്കെ കറക്റ്റ് ചെയ്ത് എന്നത്തേക്ക് അത് ശരിയാകുന്നതെന്ന്. ജീവിതശൈലി കറക്റ്റ് ചെയ്താൽ അത് ഫാസ്റ്റായിട്ട് കറക്റ്റ് ചെയ്യും. കാരണം അതിൻ്റെ റീസൺ അതാണ് ശരിക്കും സയൻറ്റിഫിക് ബേസിൽ, സയൻറ്റിഫിക്കായിട്ട് നമ്മൾ നോക്കിയാൽ ജീവിതശൈലി കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ഫാസ്റ്റായിട്ട് കുറയും. അതുകൊണ്ടാണ് പറയുന്നത് ട്രൈഗ്ലിസറൈഡൊക്കെ വെരി ഫാസ്റ്റായിട്ട് പറയുന്ന പോലെ ചെയ്തിട്ടുണ്ട്, 8th ഡേ ആകുമ്പോഴേക്കും കറക്റ്റ് ആകും എന്നുള്ളതാണ്. ഈ പലർക്കും ഈ ഫാറ്റി ലിവർ, ഈ ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോളും ഒക്കെ ഒരുമിച്ച് ഒരേപോലെ കൂടി നിൽക്കുന്നതായിട്ട് കാണാറുണ്ട്. അതേസമയം ചിലർക്ക് ഫാറ്റി ലിവർ ഉണ്ടാവും, പക്ഷേ കൊളസ്ട്രോൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ് നോക്കുമ്പോൾ നോർമലായിരിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അവിടെ ആ ഫാറ്റി ലിവർ വരാനുള്ള മെക്കാനിസം വേറെ ആയിരിക്കും. അപ്പോൾ അത് ചിലപ്പം നമ്മൾ എന്തെങ്കിലും ടോക്സിൻസ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഓവർ വെയ്റ്റും ഫാറ്റും ഒക്കെ ഉള്ളപ്പം ഫാറ്റി ലിവർ അവിടെ വരാം. ഇത് അല്ലാത്ത മെക്കാനിസംസ് കൊണ്ട് വരാം. ഇപ്പം ചില വൈറൽ ഇൻഫെക്ഷൻ കൊണ്ട്, ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ഉള്ളവർക്ക് അങ്ങനെ ഫാറ്റി ലിവർ പോലെ കാണിക്കാറുണ്ട്. അതവിടെ ലിവറിൻ്റെ അതായത് നമ്മൾ ഭക്ഷണം ഓവർ കഴിച്ചതിൻ്റെ കൊണ്ടാവണമെന്നില്ല, അവിടെ ലിവറിൻ്റെ പ്രവർത്തനങ്ങൾ കറക്റ്റായിട്ട് നടക്കുന്നില്ലാത്തത് കൊണ്ട് വരുന്നതാകാം. പക്ഷെ നമ്മൾ സാധാരണ കാണുന്നത് മിക്കവാറും പേർക്കും ലിവറിന് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ കൊളസ്ട്രോളോ ട്രൈഗ്ലിസറൈഡോ ഏതെങ്കിലുമൊക്കെ കൂടുതലുണ്ടാവും. വെരി റെയറാണ് അല്ലാതെ വരുന്നുണ്ടെങ്കിൽ. പക്ഷെ അപ്പോൾ അതിൻ്റെ അതിൻ്റെ മെക്കാനിസം വേറെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഒരു ജനറലൈസ്ഡ് ഡിസീസിൻ്റെ ഭാഗമായിരിക്കില്ല. അത് ലിവറിനെ പ്രത്യേകിച്ച് ബാധിക്കുന്ന ചില ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ് പോലെയുള്ളതുണ്ട്, അല്ലെങ്കിൽ ചില ഈ കളറും പല പേഷ്യൻസിനും ചിലർക്ക് നമുക്ക് കാണാം വലിയ വണ്ണമൊന്നും ഇല്ലായിരിക്കും, അവർക്ക് ഫാറ്റി ലിവർ ഉണ്ടാകും. പക്ഷെ അവർ വണ്ണം ഇല്ലെങ്കിലും അവരുടെ ബോഡിയിലെ ഫാറ്റിൻ്റെ ലെവൽ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ പ്രൊപ്പോർഷൻ എടുത്ത് നോക്കിയാൽ നമ്മൾ ജെൻസിന് ഒരു 15%, അല്ലെങ്കിൽ ലേഡീസിന് ഒരു 25% ഒക്കെ ഫാറ്റ് പാടുള്ളൂ. പക്ഷെ ഇവർ ആൾ മെലിഞ്ഞായിരിക്കും ഇരിക്കുന്നത്, പക്ഷെ അവരുടെ ഫാറ്റിൻ്റെത് ചിലപ്പം ഇപ്പം ജെൻസിനാണെങ്കിൽ 25% ഒരു 10-15% അവരുടെ ഫാറ്റ് ലെവൽ കൂടുതലായിരിക്കും.
അപ്പോൾ അങ്ങനെയുണ്ട്. ഇതെല്ലാം പ്രപ്പോർഷനാണ് അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ആ ഓർഗൻ്റെ ഹെൽത്തും കൂടെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. അതൊക്കെ കംപ്ലീറ്റ് സ്റ്റഡി ചെയ്ത് നമ്മളവരുടെ ഓവറോൾ ബോഡിയുടെ കോമ്പോസിഷനും ഓവറോൾ ബ്ലഡ് പാരാമീറ്റേഴ്സിനും ഒക്കെ സ്റ്റഡി ചെയ്താലേ അത് എന്തുകൊണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെയുള്ളതാണെങ്കിലും നമുക്ക് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ലൈഫ് സ്റ്റൈൽ വെച്ച് തന്നെ വേണം ഇതൊക്കെ കറക്റ്റ് ചെയ്യാൻ. അല്ലാതെ അതൊന്നും ഒരു മരുന്ന് വെച്ചിട്ട് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ആണെങ്കിൽ വരാം. ഇപ്പം ലിവറിൻ്റെ പ്രോബ്ലംസ്, ഒരു കോളിൻ എന്ന് പറഞ്ഞൊരു വൈറ്റമിൻ ഉണ്ട്. അതൊക്കെ ഇപ്പോഴാണ് ഇതായിട്ടാണ് അത് മനസ്സിലായത്, തന്നെ വൈറ്റമിൻ സ്റ്റാറ്റസിലേക്ക് വരുന്നത്. അതിൻ്റെ കുറവുണ്ടെങ്കിൽ ഫാറ്റി ലിവർ വരാം. അപ്പം ചില ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് വന്നു കഴിഞ്ഞാൽ ഫാറ്റി ലിവറിലേക്ക് പോകാം. അതും നമ്മൾ കണ്ടുപിടിച്ച് മനസ്സിലാക്കി എടുത്ത് അത് കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ കിഡ്നിയുടെ ഫങ്ഷൻ സാധാരണ ഗതിയിൽ ഇപ്പോൾ ഈ ഡയബറ്റീസോ പ്രഷറോ ഉണ്ടെങ്കിലൊക്കെ എഫക്റ്റഡ് ആവും. അങ്ങനെ കിഡ്നി ഫങ്ഷൻ കുറച്ച് ബുദ്ധിമുട്ടിലാവുന്നവർക്ക് ഈ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കൂടുന്നത് പോലെ കേട്ടിട്ടുണ്ട്. അത് എത്രമാത്രം ശരിയാണ്? അതെന്തുകൊണ്ടാണ്? കിഡ്നി ഫെയിലിയറിലേക്കൊക്കെ വരുന്ന പേഷ്യൻസിനും, പ്രത്യേകിച്ച് കിഡ്നി ഫെയിലിയർ ഉള്ള പേഷ്യൻസിനും പലപ്പോഴും കൊളസ്ട്രോൾ പ്രത്യേകിച്ച് കൂടുതലായിരിക്കും. ട്രൈഗ്ലിസറൈഡ് അത്ര, ഞാൻ ഈ പറഞ്ഞ പോലെ ഫുഡ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ട്രൈഗ്ലിസറൈഡ് കിഡ്നി പേഷ്യൻസിനാണെങ്കിലും ഫാസ്റ്റായിട്ട് കൺട്രോൾ ചെയ്യും. നമ്മുടെ എക്സ്പീരിയൻസ് അതാണ്. പക്ഷേ കൊളസ്ട്രോൾ ചിലപ്പോൾ അത്ര ഫാസ്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്നിരിക്കുകയില്ല അവരുടെ. അതുപോലെ എന്നാലും നമ്മളൊരു 240 ആ റേഞ്ചിലേക്കൊക്കെ കൊണ്ടുവരാൻ ഈസി ആയിട്ട് തന്നെ പറ്റും. പിന്നെ അത് 200 താഴെ കൊണ്ടുവരണം, 150 കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞാൽ പലപ്പോഴും ഡിഫിക്കൽട്ടാണ്. അതിൽ ഈ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കിഡ്നി രോഗം വരാൻ തന്നെ കാരണം, അതായത് കിഡ്നി ഫെയിലിയറിലേക്ക് പോകാൻ തന്നെ കാരണം ഈ ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോളും കൂടി നിന്നിരുന്നതാണ്. കാരണം ഇത് കൂടി നിന്ന് ഹാർട്ടിൻ്റെ നമ്മളെപ്പോഴും ആൻജിയോഗ്രാം ഒക്കെ ചെയ്ത് അതിന് കൊണ്ട് സ്റ്റെൻ്റ് ഒക്കെ ഇടുന്ന പരിപാടി ചെയ്യും. പക്ഷെ അതുപോലെ ഈ പ്രഷർ കൂടുന്ന പേഷ്യൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം മിക്കവാറും ഈ കിഡ്നിക്കിലേക്ക് പോകുന്ന രക്തക്കുഴലുകൾ അടഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രഷർ കൂടുന്നത്. ഈ ഒരു കിഡ്നി എന്നുള്ളൊരു ഹോർമോൺ ഉണ്ട്, റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം എന്ന് പറയും. അതാണ് നമ്മളുടെ പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു മേജർ ഹോർമോണാണ്. ഒരു ഹോർമോൺ സിസ്റ്റം, ഒരു ഹോർമോൺ മാത്രമല്ല, അത് എല്ലാം കൂടെ കണക്ട് ചെയ്ത് കിടക്കുകയാണ്. അപ്പം നമ്മളുടെ കിഡ്നിയിലേക്കുള്ള രക്തക്കുഴലുകളിൽ കുറച്ചൊരു ആത്രോസ്ക്ലിറോസിസ് വന്ന്, ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഹാർട്ടിൻ്റെ കൊറോണറി ആർട്ടറിയിൽ അടയുന്ന പോലെ അവിടെ അടഞ്ഞാൽ മതി, അപ്പം തന്നെ BP കൂടാൻ തുടങ്ങും. അപ്പം BP കൂടാൻ തുടങ്ങുമ്പോൾ എന്ത് പറ്റും? ആദ്യം തുടങ്ങുന്നത് ഹാർട്ടിനല്ലല്ലോ. മിക്കവാറും രോഗം ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ ആദ്യം തുടങ്ങിയത് രക്തക്കുഴലുകളിലായിരിക്കും. അത് പലപ്പോഴും ഹോൾ ബോഡിയിലെ രക്തക്കുഴൽ അറൗണ്ട് മൈൽസ് ഓഫ് 60 മൈൽസ് സംതിങ്, ഞാൻ എത്ര എക്സാക്ട്ലി ഓർക്കുന്നില്ല, അത്രയാണ് നമ്മളുടെ രക്തക്കുഴലുകളുടെ ലെങ്ത് ഉള്ളത്. അപ്പം അതിലേക്കുള്ള എവിടെ വേണേലും ഈ അടവുകൾ വരാം. ഇതെല്ലാം നമ്മളുടെ BP കൂടാനുള്ള കാരണമാകും. BP കൂടുമ്പോൾ എന്താ, ഈ രക്തക്കുഴലുകൾക്ക് സ്റ്റിഫ് ആവുകയും BP കൂടുകയും ഈ കൊഴുപ്പടിഞ്ഞ് കൂടുകയും ചെയ്യുമ്പം ഹാർട്ടിന്, അപ്പം കിഡ്നിയിലേക്കുള്ളതാണെങ്കിൽ ഡെഫിനറ്റ്ലി എക്സ്ട്രാ ആയിട്ട് BP കൂടും. കാരണം റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം തകരാറിലാകും. അപ്പം BP കൂട്ടി കിഡ്നിക്ക് ബ്ലഡ് കൊടുക്കും. വേറൊന്നിനുമല്ല BP കൂടുന്നത്, നമ്മൾ ബോഡി പ്രൊട്ടക്റ്റീവായിട്ട് മോർ പ്രഷറിൽ പമ്പ് ചെയ്ത് കിഡ്നിയിലേക്ക് ബ്ലഡ് ചെന്നാലല്ലേ അവിടെ അതിൻ്റെ അരിച്ച് വേസ്റ്റ് മാറ്റലും കാര്യങ്ങളെല്ലാം നടത്താൻ പറ്റുള്ളൂ. അതിനുവേണ്ടി മോർ പ്രഷറിൽ ഹാർട്ട് പമ്പ് ചെയ്യും. മോർ പ്രഷറിൽ ഹാർട്ട് പമ്പ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഹാർട്ടിന് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പം ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി വരും. നമ്മുടെ ലെഫ്റ്റ് ഹാർട്ട് തടിച്ചു വരാൻ തുടങ്ങും. അപ്പം കൂടുതൽ മസിൽ വെച്ച്, നമുക്കറിയാമല്ലോ, കൂടുതൽ നമ്മൾ ജിമ്മിലൊക്കെ പോയി ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മൾ ബൈസെപ്സ് കയ്യിലെ മസിലൊക്കെ തടിച്ചു വരുന്ന പോലെ ഹാർട്ട് കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ ഭിത്തി കട്ടി വെക്കാൻ തുടങ്ങും, മസിൽ കൂടും. മസിൽ ഉള്ളപ്പോൾ അതിൻ്റെ രക്തം കൂടുതൽ കിട്ടണ്ടേ. അപ്പം ഹാർട്ടിലെ രക്തക്കുഴലുകളെല്ലാം അടഞ്ഞു ഇരിക്കുകയാണ്. മറ്റുള്ളിടത്തുള്ള പോലെയുള്ളതെല്ലാം കൊറോണറി ആർട്ടറി അടഞ്ഞിരിക്കുക. അപ്പോൾ ഈ കൂടുതൽ മസിൽ കൊണ്ട് അതിന് കൊടുക്കാനായിട്ട് എക്സ്ട്രാ ബ്ലഡ് കുറവാണ്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഹാർട്ട് അറ്റാക്കിലേക്ക് പോകുന്നത്. അപ്പോൾ കൂടുതൽ പിന്നെയും പമ്പ് കൂടുതൽ ശക്തിയിൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ കൊഴുപ്പൊക്കെ ഇങ്ങനെ ആത്രോമ, അതൊരു കൊഴുപ്പ് വെച്ചിട്ടുള്ള മുഴകൾ പോലെ ഇരിക്കും. അത് ഈ ശക്തിയിൽ ബ്ലഡ് ചെല്ലുമ്പം അവിടെ എന്തെങ്കിലും ലീക്ക് വരും. അവിടെ ആ കൊഴുപ്പ് പുറത്തേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ അവിടെ ഒരു ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യും. അപ്പോൾ ആ കംപ്ലീറ്റ് ആ ബ്ലഡ് വെസൽ അങ്ങ് അടയും.
അങ്ങനെ അടഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. അത് ഹാർട്ടിന് മാത്രമല്ല, കിഡ്നിയിലേക്കുള്ളതും ഇതുപോലെ തന്നെ സംഭവിക്കാം. കിഡ്നിയിലെ ഏതെങ്കിലും ഒരു പാർട്ടിലേക്കുള്ള ബ്ലഡ് വെസൽസിനൊക്കെ ഡാമേജ് വന്ന് അതും അടയും. അപ്പോൾ പിന്നെയും കിഡ്നി ഫെയിലിയറിലേക്ക് ഫാസ്റ്റർ ആകും. അങ്ങനെ ഹാർട്ടിൻ്റെ മാത്രം ഇമ്മീഡിയറ്റ്ലി നമ്മൾ അറിയും. പമ്പിങ് നിന്ന് പോകുമ്പോൾ നമ്മൾ അറിയും. ബ്രെയിനിൽ സ്ട്രോക്ക് വന്നാൽ നമ്മൾ ബ്രെയിനിലെ രക്തക്കുഴൽ അറിഞ്ഞ് നമ്മൾ പെട്ടെന്ന് അറിയും. പക്ഷെ മറ്റുള്ള ഓരോ അവയവങ്ങളിലും അറിയുമ്പോൾ നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് ചെറിയ വേദനയോ, അപ്പോൾ കാലിലെ ഒരു മസിലിലേക്കുള്ള രക്തക്കുഴൽ അടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ കാലിന് അവിടെ ഒരു മസിലിൻ്റെ ഒരു വേദന വന്നു, അല്ലെങ്കിൽ കാലിനൊരു വേദന വന്നെന്നേ നമ്മൾ കരുതുള്ളൂ. അതുപോലെ പല സ്ഥലങ്ങളിലും ഹാർട്ടിന് അറ്റാക്ക് വരുന്ന പോലെ പലയിടത്തും ഉണ്ടാകും. ഉള്ളി ഹാർട്ട് അറ്റാക്കും ബ്രെയിൻ അറ്റാക്കും മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ എന്നുള്ള വ്യത്യാസമുള്ളൂ. കിഡ്നിയുടെതൊക്കെ പല പ്രാവശ്യമായി കിഡ്നി അങ്ങ് ഫെയിൽ ചെയ്ത് GFR കുറഞ്ഞ് ക്രിയാറ്റിനൊക്കെ കൂടുമ്പോൾ മാത്രമാണ് നമ്മളൊരു സിംറ്റം നീർക്കെട്ടിലേക്കും വൊമിറ്റിങ്ങിലേക്കും ഒക്കെ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നുള്ളൂന്നേ ഉള്ളൂ. അല്ലാതെ തന്നെ കുറേ ഡാമേജുകൾ നമുക്കിങ്ങനെ നടക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് BP കൂടുതലുള്ളവർക്കും കൊളസ്ട്രോൾ കൂടുതലുള്ളവർക്കും ഗ്ലൂക്കോസ് ഡയബറ്റീസ് ഉള്ളവർക്കും ഒക്കെ ഇങ്ങനത്തെ ഡാമേജുകൾ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ഒരു ദിവസമല്ല, അതൊരു നിലവിട്ടെത്തുമ്പോൾ മാത്രം അതൊരു സിംറ്റമാറ്റിക് ആയിട്ട് നമ്മൾ അറിയുന്നേ ഉള്ളൂ. ഈ പലർക്കും ഈ കാല് കഴപ്പ് പോലെ വരുന്നത് പിന്നെ ഇങ്ങനെ അത് ഈ പെറിഫറൽ ആർട്ടറി പ്രോബ്ലം ആണെന്ന് പറയും, അല്ലെങ്കിൽ ഇങ്ങനെ വാസ്കുലൈറ്റിസ് എന്ന് പറയും. ശരിക്കും ഇതും ഈ നമ്മളുടെ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡുമായിട്ടൊക്കെ എന്തെങ്കിലും ബന്ധമുണ്ടോ? യെസ്, ഈ കൊളസ്ട്രോള് ട്രൈഗ്ലിസറൈഡും കൂടുമ്പം ഇപ്പം ഹാർട്ടിൻ്റെ ആർട്ടറിയിലും അല്ലെങ്കിൽ നമ്മളുടെ കരോട്ടിഡ് ആർട്ടറി, ബ്രെയിനിലേക്കുള്ള ആർട്ടറിയിലും, കൊറോണറി ആർട്ടറി നമ്മൾ ഹാർട്ടിന് ബ്ലഡ് കൊടുക്കുന്നത്, കരോട്ടിഡ് ആർട്ടറി ബ്രെയിനിന് കൊടുക്കുന്നത്. അതുപോലെ നമ്മളുടെ കാലിലേക്ക് കൊടുക്കുന്ന രക്തക്കുഴലുകളും ഉണ്ടല്ലോ, ആ രക്തക്കുഴലുകൾക്കും അടവ് വരാം. അപ്പം ആ അടവ് നമുക്ക് പരിശോധിച്ച് നമ്മൾ ഡോപ്ലർ സ്റ്റഡിയൊക്കെ നോക്കി, ഇപ്പം ഈവൻ കാലിലേക്കും ഒക്കെ പലപ്പോഴും സ്റ്റെൻറ്റ് ഇടുന്നുണ്ടല്ലോ പല ഹോസ്പിറ്റൽസും. ഇപ്പം കാലിൻ്റെ രക്തയോട്ടം കുറഞ്ഞു, അല്ലെങ്കിൽ അൾസർ വന്നു കാലിൽ, ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിനും ഈ പ്രത്യേകിച്ച് സ്മോക്കിംഗ് കഴിഞ്ഞപ്പോൾ സ്മോക്കേഴ്സ് ആയിട്ടുള്ളവർക്ക് പെരിഫറൽ ആർട്ടറി ഡിസീസ് കൂടുതലായിരിക്കും. അങ്ങനെ വരുന്നവർക്ക് കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. അതും രക്തയോട്ടം കുറഞ്ഞ് ഇത് വരുന്ന പേഷ്യൻസിനെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഒത്തിരി അങ്ങ് കൂടിക്കഴിയുമ്പോഴാണ് ഈ അൾസറിലേക്കൊക്കെ എത്തുന്നത്. അതിനു മുമ്പ് കാലിന് വേദനയും മരവിപ്പും ഒക്കെ ആയിരിക്കും. കാരണം ഈ രക്തക്കുഴലുകൾ തന്നെയാണ് നമ്മുടെ നെർവ്സിനും രക്തം കൊടുക്കുന്നത്. അപ്പോൾ ഈ കാലിലെ പുകച്ചിൽ, വേദന, രാത്രിയൊക്കെ കിടക്കുമ്പം ഉള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനത്തെ ഒക്കെ വരുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രക്തക്കുഴലുകൾക്ക് വന്നിരിക്കുന്ന ഡാമേജാണ്. രക്തക്കുഴലുകൾക്ക് വന്നിരിക്കുന്ന ഡാമേജ് കാരണം ഈ നമ്മളുടെ ഈ നെർവ്സിലൊക്കെയാണെങ്കിൽ വളരെ നേരിയ രക്തക്കുഴലുകളാണ് നെർവ്സിന് തന്നെ പോയി സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാലിൻ്റെ പാദത്തിലേക്കും ഒക്കെ ഉള്ള രക്തക്കുഴലുകളായിരിക്കും ആദ്യം എഫക്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ, ഡയബറ്റിക് പേഷ്യൻസിന് ഗ്ലൗ ആൻഡ് സ്റ്റോക്ക് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയും. അപ്പം ഈ നെർവ്സിന് വരുന്നുണ്ടെങ്കിൽ അതിന് മുമ്പേ എഫക്റ്റ് ചെയ്യുന്നത് ഈ രക്തക്കുഴലുകളെയാണ്. അപ്പോൾ ഈ രക്തക്കുഴലുകളിൽ കൊളസ്ട്രോളും ഒക്കെ ട്രൈഗ്ലിസറൈഡും ഒക്കെ അടിഞ്ഞ് അതിന് ബ്ലോക്ക് വന്ന്, അതിനൊപ്പം ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ആ ഡയബറ്റീസ് കൊണ്ടുള്ള ഡാമേജും എല്ലാം കൂടെ വന്നിട്ടാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പം ഇതിലൊക്കെ നമ്മളിപ്പുറത്ത് നമ്മൾ പല പേഷ്യൻസിനെയും കാണാറുണ്ട്, ഈ കാലിലേക്കുള്ള ഈ സ്റ്റെൻറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അന്നേരത്തേക്ക് ഒരു റിലീഫ് കാണും. അത് കഴിയുമ്പോൾ ഒരു മാസം 2 മാസം കഴിയുമ്പോഴേക്കും മിക്കവാറും അത് ടോട്ടലി ബ്ലോക്കായി പോയി. പിന്നെ ഈവൻ സീൻ പേഷ്യൻസ് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് 1 or 2 months കഴിയുമ്പോൾ ഈവൻ ആംപുട്ടേഷൻ തന്നെ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതിനു മുമ്പ് വേദന ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഇവർ ഈ സ്റ്റെൻറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് ഈ ആസ്പിരിനും ക്ലോപ്പിഡോഗിലും ബ്ലഡ് ക്ലോട്ട് ആകാതിരിക്കാനുള്ള മരുന്ന് കഴിച്ചില്ലെങ്കിൽ അവിടെ സ്റ്റെൻറ്റിൽ തന്നെ ക്ലോട്ട് വരാം. കാരണം അവിടുത്തെ എൻഡ് ആർട്ടറീസ് ആണല്ലോ. അപ്പോൾ അവിടെ അങ്ങ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് പോകും. അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്ലഡ് തിന്നേഴ്സ് കഴിച്ചാലും നമ്മൾ ഇതൊന്നും വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം കാലിൽ നിന്നും പ്രത്യേകിച്ച് ഈ വെരിക്കോസ് വെയിനും ഒക്കെ കൂടെ ഉള്ളപ്പം അവിടെ എന്തെങ്കിലും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ബ്ലോക്കായി പോയിട്ട് വരാം. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ചിലപ്പോൾ ആംപുട്ടേഷനിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അവർ നമുക്ക് ബേസിക്കലി ഇവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഡയറ്റ് കറക്റ്റായിട്ട്
ചെയ്ത് കറക്റ്റായിട്ടുള്ള എക്സസൈസും ചെയ്ത് നമ്മുടെ ബോഡിയിൽ അഴിഞ്ഞിരിക്കുന്ന കൊഴുപ്പ് കുറച്ചുകൊണ്ട് വരാനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം നാച്ചുറലി ബ്ലഡിലെ കൊളസ്ട്രോൾ കുറഞ്ഞ് കൊഴുപ്പ് കുറഞ്ഞു കഴിയുമ്പം രക്തക്കുഴലുകളിലൊക്കെ അടിഞ്ഞിരിക്കുന്നതൊക്കെ എടുത്ത് ബോഡി യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത് യൂസ് ചെയ്ത് പോകുന്നതോടുകൂടി പ്രശ്നങ്ങളും കുറയും എന്നുള്ളതാണ്. അപ്പോൾ ആ ബ്ലോക്കും ഒക്കെ കുറഞ്ഞ് പിന്നെ നമുക്ക് വേണ്ട കറക്റ്റായിട്ടുള്ള ന്യൂട്രീഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുതിയ രക്തക്കുഴലുകൾ നാച്ചുറലായിട്ടുള്ള ബൈപ്പാസ് വന്നോളും. നാച്ചുറൽ ബൈപ്പാസും കൂടെ വന്ന് നമുക്കത് ക്ലിയർ ചെയ്ത് ഒരു പരിധി വരെ, എന്നിട്ട് എല്ലാം അവസാനം വരെ നോക്കി ഇരുന്നേച്ചിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ തുടക്കത്തിൽ തന്നെ ഇതെല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഈസി ആയിട്ട് നമ്മൾ ആ ലൈഫ് സ്റ്റൈൽ കറക്ഷനും കൂടെ സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ സെൽഫായിട്ട് ചെയ്യാൻ പറ്റാത്തവരെന്നല്ല, മൾട്ടിപ്പിൾ രോഗങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മളൊരു ക്ലിനിക്കൽ സപ്പോർട്ടോട് കൂടി ചെയ്യേണ്ടി വരുന്നത്. ഈ ഇപ്പൊ ഈ കൊളസ്ട്രോളിന്റെ കാര്യം പറയുമ്പോൾ കൊളസ്ട്രോളിന്റെ ലെവല് കുറഞ്ഞാൽ അത് നമ്മളുടെ മാനസിക അവസ്ഥയെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ അത് എത്രമാത്രം ശരിയാണ്? കൊളസ്ട്രോൾ നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ച്, ബ്രെയിനും നെർവ്സിനും എല്ലാ സെൽസിനും കൊളസ്ട്രോൾ ഇമ്പോർട്ടൻ്റ് ആണ്. കൊളസ്ട്രോൾ ആണ് നമ്മുടെ സെല്ലിൻ്റെ ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ സെല്ലിൻ്റെ ആ സെൽ വാളിൻ്റെ ഇൻറ്റഗ്രിറ്റി നിലനിർത്തുന്നത്. കാരണം ഓരോ സെല്ലും അകത്ത് കുറേ സാധനങ്ങളും അതിന് ചുറ്റിയുള്ളത് നമുക്ക് വീടിൻ്റെ ഭിത്തി പോലെയാണ് ഈ സെൽ വാൾ എന്ന് പറയുന്നത്. അത് ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോളും ആണ് അതിൻ്റെ മെയിൻ പാർട്ട്. അതിന് കൊളസ്ട്രോളാണ് അതിൻ്റെ ആ ഒരു സ്ട്രെങ്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ എന്താ പറയുക, ഇപ്പം നമ്മൾ കോൺക്രീറ്റിന് കമ്പി കൊടുക്കുന്നത് പോലെ, കോൺക്രീറ്റ് ഇടുമ്പം സിമെൻറ്റും മണലും ഒക്കെ ആണെങ്കിലും ആ കമ്പിയാണല്ലോ ഒരു സ്ട്രെങ്ത് കൊടുക്കുന്നത്. അതുപോലെ കമ്പിയും മണലും പോലെ അല്ല അത് ഉണ്ടാക്കുന്നത്. എന്നാൽ പോലും ഞാനൊരു എക്സാമ്പിൾ പറയുന്നത്. അപ്പോൾ ആ കൊളസ്ട്രോളിന് അങ്ങനെ ഒരു റോളുണ്ട്. ഇപ്പം ബ്രെയിനിനെ സംബന്ധിച്ച് വരുമ്പോൾ നമ്മളുടെ ബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് മെയിൻലി ഫാറ്റ് വെച്ചാണ്. ഫാറ്റും വാട്ടറുമാണ് പ്രോട്ടീൻ കണ്ടന്റ്. ഇപ്പം ബാക്കിയുള്ള ബോഡിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രോട്ടീനും മിനറൽസും കാൽസ്യം, ഇപ്പോൾ ബോണിലാണെങ്കിൽ കാൽസ്യം നന്നായിട്ടുണ്ട്, മസിലിലാണെങ്കിൽ കാൽസ്യം നന്നായിട്ടുണ്ട്. ഈ ഹാർട്ടും രക്തക്കുഴലുകളും ഒക്കെ മസിൽ ഇമ്പോർട്ടൻ്റ് പാർട്ടാണ്. പക്ഷെ ബ്രെയിനും നെർവ്സിനും മസിലില്ല, മെയിൻലി ഫാറ്റാണ്. പിന്നെ ഓൾമോസ്റ്റ് ഐ തിങ്ക് 60% ഫാറ്റാണ്. ബാക്കിയുള്ള 40% ഒരു 35% മേജർ പാർട്ടും 38% സംതിങ് വാട്ടറാണ് വരുന്നത്. അപ്പം ഈ കൊളസ്ട്രോൾ ഇല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും ഇൻറ്റഗ്രൽ പാർട്ടല്ലേ. അപ്പം എങ്ങനെ ബ്രെയിൻ സെൽസിന് തന്നെ ബ്രെയിൻ നമ്മൾ പറയും നെർവ് സെൽസിന് റീജനറേറ്റ് ചെയ്യല, അത് അങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ എന്ന് പറയും. പക്ഷെ ബ്രെയിൻ സെൽസിൻ്റെ ഇപ്പം കോർട്ടെക്സിലൊക്കെ ആണെങ്കിൽ 80% ബ്രെയിനെ സപ്പോർട്ട് ചെയ്യുന്ന സെൽസാണ്. അവരെപ്പോഴും ഡിവൈഡ് ചെയ്യാൻ ന്യൂ സെൽസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ബ്രെയിനിലെ 20% ഉള്ളൂ ബ്രെയിൻ നെർവ് സെൽസ്. ബാക്കിയുള്ള 80% ഗ്ലയൽ സെൽസ് എന്ന് പറയും. അതിനൊക്കെ ഈ കൊളസ്ട്രോൾ അത്യാവശ്യമാണ്. അതുപോലെ ഈ മൈലിൻ ഷീത്ത് ഉണ്ടാക്കാൻ ഇതെല്ലാം പ്രോട്ടീനാണ്, ലൈപ്പോ പ്രോട്ടീൻസ് ആണ് അതിനകത്തൊക്കെ വരുന്നത്. അപ്പോൾ കൊളസ്ട്രോൾ ഇല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിക്കുന്നവരുടെയും ഏറ്റവും വലിയൊരു പ്രോബ്ലം അതാണ്. മരുന്ന് പലർക്കും മെമ്മറി കുറഞ്ഞു വരും. ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ മതി. ആദ്യം കുറയുന്നത് ചിലപ്പോൾ മിക്കവാറും ഷോർട്ട് ടൈം മെമ്മറീസ് ആയിരിക്കും. നമ്മൾ രാവിലെ എന്താ കഴിച്ചെന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ ഓർത്തെടുക്കാൻ നോക്കുമ്പോൾ കിട്ടുകയില്ല. അല്ലെങ്കിൽ ഒരു ഫോൺ വിളിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓർക്കാൻ പറ്റില്ല. അപ്പം അത് കിട്ടുന്നുണ്ടാവില്ല. അപ്പം അങ്ങനെ ഈ കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നവർക്ക് നമ്മൾ പ്രത്യേകിച്ച് ഹൈ ഡോസിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് ചിലർ വളരെ സെൻസിറ്റീവ് ആയിരിക്കും അതിൽ. അപ്പോൾ ഈ ബ്രെയിനും ആക്ടിവിറ്റി കുറഞ്ഞു പോകും. അപ്പോൾ അതാണ് അതിനകത്ത് വരുന്നത്. നമുക്ക് ബ്രെയിനിന് ഏറ്റവും, അതായത് ജസ്റ്റ് ഇമാജിൻ 60% ഫാറ്റ് വെച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു ഇതാണ്. അതിന് ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ് കൊളസ്ട്രോൾ വരുന്നത്. പിന്നെ അതിനകത്ത് ഏറ്റവും നല്ല ബെസ്റ്റ് ഇതായിട്ട് വിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു സെല്ലിൻ്റെ ഔട്ടർ കോട്ടിങ് കവറാണല്ലോ ഈ പറയുന്ന സെൽ വാൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഓർഗനൽസ് ഉണ്ട്, സെല്ലിനകത്തുള്ള ചെറിയ ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ, റൈബോസോംസ്, ഇതെല്ലാം ഉണ്ടാകുന്ന അതിനെയും കവർ ചെയ്തിരിക്കുന്നത് ഇത് വെച്ച് തന്നെയാണ്. അപ്പം ഈ ഫാറ്റിനും കൊളസ്ട്രോളിനും അത്ര ഇമ്പോർട്ടൻ്റ് റോളുണ്ട്. അപ്പം നമ്മൾ കഴിക്കുന്ന ഫാറ്റ് എന്ത് ടൈപ്പ് ഫാറ്റാണെന്നനുസരിച്ചിരിക്കും നമ്മുടെ ഇൻ്റലിജൻസ് തന്നെ, ഇത് നമ്മുടെ ബോഡിയുടെ ഹെൽത്ത് തന്നെ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്നത്, ഇപ്പം നമുക്കറിയാം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണ് നമ്മളെ രോഗപ്രതിരോധം ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെയാണ് നമ്മളുടെ ബോഡി ബിൽഡിങ് ചെയ്യുന്നത്. നമ്മളുടെ
ഒരു സെല്ലിന് ഡാമേജ് വന്നാൽ അതിനെ പുതുക്കി പണിയുന്നത് ഇമ്മ്യൂൺ സിസ്റ്റം തന്നെയാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് 2 ആസ്പെക്റ്റ് ആണ്. ഒന്ന് ഇൻഫ്ലമേഷനും ഒന്ന് ആൻറ്റി ഇൻഫ്ലമേഷനും. ഇൻഫ്ലമേഷൻ വന്ന് ഒരു ഇൻഫെക്ഷൻ വന്നോ ഒരു അസുഖം വന്നോ ഒക്കെ ഇൻഫ്ലമേഷൻ വരുമ്പോൾ അതെല്ലാം സെല്ല് ഡാമേജ് വരുമ്പോൾ പുതുക്കുക ഉണ്ടാക്കണം. അപ്പോൾ ഇതെല്ലാം ബാലൻസ് ചെയ്യുന്നത് omega-3, 6 ഫാറ്റാണ്. ഈ omega-3യും 6ഉം കറക്റ്റ് പ്രൊപ്പോർഷനിലും പിന്നെ ബോഡി ബിൽഡിങ്ങിന് വേണ്ട വേറൊരു ഫാറ്റ് മെയിൻലി ബോഡി ബിൽഡിങ്ങിന് ഉപയോഗിക്കുന്നത് omega-9 ആണ്. അത് നമ്മൾ ഈ ഒളിവ് ഓയിലൊക്കെ കൂടുതലുള്ള ഒരു ഫാറ്റാണ്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ബോഡിക്ക് വേണ്ട ഫാറ്റ്. അപ്പം അതിന് പകരം നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡാൽഡ പോലെയുള്ള ഫാറ്റും ഇതൊക്കെയാണ്. പിന്നെ നമ്മളുടെ omega-6 ഒത്തിരി കൂടുതൽ, അത് ഇൻഫ്ലമേറ്ററിയാണ്. നമ്മൾ ഈ രോഗങ്ങളെല്ലാം ഇൻഫ്ലമേറ്ററി വിഭാഗത്തിലാണ് വരുന്നത്. എന്നിട്ട് നമ്മൾ ഈ നട്ട്സും ഓയിൽ സീഡ്സും ഈ കശുവണ്ടി, കപ്പലണ്ടി, ബദാം, പിസ്റ്റ, പിന്നെ ഈ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സൺഫ്ലവർ ഓയിൽ, ഇതെല്ലാം വെരി ഹൈലി ഇൻഫ്ലമേറ്ററിയാണ്. അപ്പം ഇതെല്ലാമാണ് നമുക്ക് ആക്ച്വലി രോഗം ഉണ്ടാക്കാനുള്ള കാരണം. അപ്പം ഇത്തരം ഫാറ്റ് നമ്മുടെ ബ്രെയിനിൽ കൂടുകയും കൊളസ്ട്രോൾ തീരെ കുറഞ്ഞു പോവുകയും ഒക്കെ കൂടെ ചെയ്യുമ്പം നമുക്കതൊരു മാനസിക രോഗമായിട്ടും പ്രസൻറ്റ് ചെയ്യും. അപ്പം പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഈ മെൻ്റൽ ഡിസോർഡേഴ്സ് ഉള്ളവർക്ക്, ഇപ്പോൾ ഡിപ്രഷനോ അല്ലെങ്കിൽ ഈ ബൈപ്പോളാർ ഡിസീസോ ഒക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ അവരുടെ ഈ എല്ലാം കൺട്രോളാക്കി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ ഒരു പ്രാവശ്യം പോയി ഒരു സദ്യക്കൊക്കെ പോയി തെറ്റിയ ഭക്ഷണം കഴിച്ചാൽ മതിയാവും, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ നട്ട്സ് ഒക്കെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ചിലരത് വളരെ സെൻസിറ്റീവ് ആയിരിക്കും. അപ്പം അതിനകത്ത് ആ ബാലൻസ് ഇത് അവരുടെ ഫ്യൂ ഡേയ്സ് പിന്നെ അവരെ തിരിച്ചൊന്ന് കൊണ്ടുവരാൻ തന്നെ ഒത്തിരി പാടായിരിക്കും. അത് വളരെ നമ്മളിപ്പോൾ ഞാൻ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വരുമ്പോൾ ഇങ്ങനത്തെ സൈക്കാട്രിക് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉള്ളവരും ഇത് വരാറുണ്ട്. ചിലർ മറ്റു രോഗങ്ങളുടെ കൂടെ ആയിരിക്കും. പ്രത്യേകിച്ച് കുറേ നാൾ സൈക്കാട്രിക് മരുന്നുകൾ എടുത്തവർക്ക് മിക്കവാറും ഈ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ കൂടി ഒബേസിറ്റി ഒക്കെ ആയിട്ടുണ്ടാകും. കാരണം അത് ആ മരുന്നിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് ആയിട്ട് തന്നെ ലെതാർജിക് ആകും, ആക്ടിവിറ്റി ഇല്ലെന്നാകും, അപ്പോൾ ഓവർ വെയ്റ്റിലേക്ക് പോകും. അപ്പോൾ മിക്കവാറും തൈറോയ്ഡ് നേരത്തെ ഇല്ലെങ്കിൽ തന്നെ തൈറോയ്ഡ് വരും. തൈറോയ്ഡ് ഹാഷിമോട്ടോസ് തൈറോയ്ഡൈറ്റിസ് ഉള്ളവർക്ക് സൈക്കാട്രിക് ഡിസീസ് വരാൻ കൂടുതൽ പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ ഡയബറ്റീസും ഒക്കെ ഉള്ളവർക്ക് എല്ലാം ഈ രോഗങ്ങളെല്ലാം ശരിക്കും പറഞ്ഞാൽ അവരെല്ലാം ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവരാണ്, വളരെ ക്ലോസ് ആയിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ അവർക്ക് ഒന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം ഇതെല്ലാം അതിൻ്റെ ഒറ്റയുള്ള ഒരു ഇതിനകത്ത് പോസിറ്റീവ് തിങ്കിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന എക്സ്പീരിയൻസിൽ നിന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാം ഒന്നിച്ച് കൂട്ടി വരികയും ചെയ്യും, അവരെ കറക്റ്റായിട്ട് ഡീൽ ചെയ്ത് അവരെല്ലാവരെയും ഒന്നിച്ച് പറഞ്ഞു വിടുകയും ചെയ്യാമെന്നുള്ളതാണ്. പക്ഷെ അതിന് ആകെ മാർഗം നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാനുള്ള വില്ലിങ്നെസ്സും ഉണ്ടാകണം. അത് നമ്മൾ തീരെ വീക്കായി പോയി അത് ചെയ്യാനുള്ളൊരു ശേഷിയില്ലാത്ത, ഇപ്പം സൈക്കാട്രിക് പേഷ്യൻസ് അങ്ങനെ തീരെ നല്ല അവരങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് ഈ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാനുള്ളൊന്നും എനർജി ഉണ്ടാവില്ല. അപ്പം അതിനു മുമ്പ് തന്നെ നമ്മൾ തുടക്കത്തിലൊക്കെ ആണെങ്കിൽ ഇതെല്ലാം നമുക്ക് കറക്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. നമ്മുടെ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയായി. അടുത്ത ആഴ്ച ഇതേ സമയം വേറൊരു വിഷയവുമായിട്ട് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.